വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ ഉപകാരങ്ങൾക്ക് തക്കവണ്ണം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഞങ്ങളുടെ പാദപീഠത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഇന്നത്തെ ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കണമേ കർത്താവേ. അടുത്ത ഒരാഴ്ചക്കാലം ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഇന്ന് പകൽക്കാലം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം നടക്കുന്ന ശുശ്രൂഷകളെ കർത്താവ് ആദരിക്കണമേ. ആരാധന വിടുതലും സൗഖ്യവും അനുഗ്രഹവും ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാപിച്ചെടുപ്പാൻ, ആരാധന സന്തോഷം പ്രാപിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയുടെ സന്നിധിയിലെ സന്തോഷം, അടുത്ത വലത്ത് ഭാഗത്തെ പ്രമാദങ്ങൾ ഇന്ന് പകൽക്കാലം ഞങ്ങളെ വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവ്. പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തി, പ്രാർത്ഥിപ്പാൻ പിന്നെ ഞങ്ങളെ ശക്തീകരിക്കണമേ. നല്ല സാക്ഷ്യങ്ങൾ, നല്ല സങ്കീർത്തനങ്ങൾ, നല്ല ദൈവത്തിന്റെ വചനങ്ങൾ കർത്താവെ, നല്ല കർത്താവെ പ്രബോധനങ്ങൾ കർത്താവ് ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷകളൊക്കെയും ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ആത്മീക വർദ്ധനയ്ക്ക് കാരണമായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ ഇന്നലെ പകൽക്കാലം കർത്താവെ അനുഗ്രഹിക്കപ്പെടുന്ന ശുശ്രൂഷ ഇവിടെ നടക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് നല്ല നടത്തിപ്പുകൾക്കായിട്ട് നന്ദി പറയുന്ന കർത്താവ്, അവിടുത്തെ നല്ല ദാനങ്ങൾക്കായി നന്ദി പറയുന്ന കർത്താവ്. ഇന്ന് പകൽക്കാലം ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അല്പസമയം കൂടി ഞങ്ങളുടെ പാദപീഠത്തിലായിരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. ആമേൻ. സന്നിധി ബോധത്തോട് ഞങ്ങൾ ഇരുത്തണം. താഴ്മയുടെ വിനയത്തോടെ ദിവസങ്ങളിൽ കർത്താവിന്റെ മുഖം ചുമക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദാസനായി സ്തോത്രം, അവസാനായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം, സന്തോഷ് പാസ്റ്റർക്കായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും പേരുപരായി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അല്പസമയം ഞങ്ങളുടെ പാദപീഠത്തിലായിരിക്കട്ടെ. തിരുനാമം ഞങ്ങളുടെ മഹത്വപ്പെടുത്തണം. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കെടുത്തനായിട്ട് സ്തോത്രം. സകലം ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ കർത്തൃദിവസം പകലിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളെ ഈ പകൽ കൂട്ടി വരുത്തിയ ദൈവസ്നേഹത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നു രാവിലെ കർത്താവിനെ ആരാധിപ്പാൻ ആദിപിതാക്കന്മാർ ആരാധിച്ചതുപോലെ സത്യത്തിലോ ആത്മാവിൽ നിന്നാണ് ദൈവത്തെ ആരാധിപ്പാൻ ജനമാകുന്ന ഞങ്ങളെ ദൈവം ബലപ്പെടുത്തിയതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, ഇന്ന് പകൽ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ കർത്തൃദിവസം പകൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വെളിപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, ഇന്നു രാവിലെ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ തന്നെ എന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ വലിയ കൃപ അനുഭവിച്ചറിയുവാൻ ഈ പകൽ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാവിലെ കടന്നു വന്ന രോഗികളെ ദൈവം സൗഖ്യമാക്കണമേ. ഇന്ന് രാവിലെ വേദനയിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാവിലെ പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഈ രാവിലത്തെ ആരാധനയുടെ മധ്യേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തുടർന്ന് നടക്കേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവകരങ്ങളിലേക്ക് വയ്ക്കുന്നു. നല്ല സങ്കീർത്തനങ്ങളെ ദൈവം നൽകണമേ. നല്ല വചന ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകണമേ. ഇന്നു രാവിലെ ഞങ്ങളുടെ ആത്മാവിന് ഭക്തിക്കോ ദൈവമേ ആവശ്യമാകുന്ന സകലവിധ അനുഗ്രഹങ്ങളോ ദൈവശക്തിയും ഇന്ന് രാവിലെ ദൈവം വചനത്തിൽ കൂടി ഞങ്ങളോട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കരയുന്ന കാക്കക്കുഞ്ഞിനും അതിൻ്റെതായ ആഹാരം നൽകുന്ന ദൈവ, ഇന്നു രാവിലെ കടന്നു വന്ന വ്യക്തികളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നിന്റെ ദാസനിൽ കൂടി ദൈവം സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നല്ല സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്ന വലിയ ദൈവിക പ്രവൃത്തി ഇന്ന് രാവിലെ കാണുവാൻ സ്വർഗം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സകല ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കണമേ. കടന്നു വന്ന മക്കൾക്കായി സ്തോത്ര. കടന്നു വരാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പ്രതിസന്ധിയിലൊക്കെയായി ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവര് ദൈവം അവിടുന്ന് സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാവിലെ വിദേശങ്ങളിലായിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം കർത്താവേ. ഇന്ന് രാവിലെ ശുശ്രൂഷിക്കുന്ന അവിടുത്തെ ദാസന്മാർക്കായി സ്തോത്ര. ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ ദാസന്മാരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞൊഴുകുന്ന ഒരു അഭിഷേകം ഇന്ന് രാവിലെ ആലയത്തിനുള്ളിൽ ദൈവം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ,
സന്നിധി ബോധത്തോടെ അടിയങ്ങളെ ഇരുത്തണമേ. ദൈവകൃപ പ്രാപിച്ച് കടന്നു പോകുവാൻ നിന്റെ മക്കളാകുന്ന അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിയോടന്തം അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുത്തിയാട്ട് ദൈവകൃപ രുചിച്ചറിയുവാൻ സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്ന കർത്താവ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമല്ലോ. ഹല്ലേലൂയ. എല്ലാവർക്കും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ വചനം കൈകളിലെടുത്ത് ആലയത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി വന്ന് ഒരുമിച്ച് അത് വായിച്ച് പാരായണം ചെയ്യുവാൻ, അത് നമുക്ക് ഒരുമിച്ച് വായിപ്പാൻ കർത്താവ് അവസരം തരുന്നല്ലോ. ദയവായി എല്ലാ പ്രിയമുള്ളവരും എഴുന്നേറ്റ് അതാത് സ്ഥലങ്ങളിൽ ഭവ്യതയോടെ ഭയഭക്തിയോടെ ദൈവനാമത്തോടുള്ള ആദരവോടെ വചനത്തോടുള്ള ബഹുമാനത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. മനസ്സ് ഏകാഗ്രതമാക്കി വായിക്കാൻ തയ്യാറാകട്ടെ. ഒരു ചടങ്ങ് പോലെ വായിക്കാൻ തയ്യാറാകരുത്. ഇത് ചടങ്ങല്ല, ചടങ്ങിൻ്റെ ശുശ്രൂഷയല്ല, ഇത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ ഉത്സാഹത്തോടെ 34-ാം സങ്കീർത്തനം, Psalm 34, 34-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയട്ടെ. 34-ാം സങ്കീർത്തനം. ജീസസ്. 34-ാം സങ്കീർത്തനം വായിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്കൊന്നും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്നെനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിക്കുകയും ചെയ്യുന്നവനാ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ശേഷം ചേർന്ന് വായിക്കാം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ ആസ്തികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് പറ. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷയിൽപ്പെടില്ല. അവനെ ശരണമാക്കുന്നവരാരും തളർന്നു പോവില്ല. അവനെ ശരണമാക്കുന്നവരാരും പരാജയപ്പെടില്ല. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഒന്ന് പറഞ്ഞോളൂ, യഹോവ നല്ലവനെന്ന്. Taste and see the Lord is good. ഇന്ന് രാവിലെ വന്നിരിക്കുന്ന ദൈവജന കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയട്ടെ. ഹല്ലേലൂയ. ജീവനെ ആഗ്രഹിക്കുന്നവർ, നന്മ കണ്ടതിന് ദീർഘായുസിക്കുകയും ചെയ്യുന്നവർ, പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും. സന്തോഷത്തോടെ കരങ്ങൾ ഒന്ന് വീശി പറ. കഴിഞ്ഞ ഒരാഴ്ച ദോഷം ചെയ്യാതെ നാവിനെയും, ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ കണ്ണുകളെ വ്യാജം പറയാതെ എൻ്റെ അധരത്തെയും, ഹല്ലേലൂയ, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യാ സമാധാനം അന്വേഷിച്ച് സമാധാനകാംക്ഷികളെ ആഗ്രഹിക്കുന്ന ദൈവമാണ് അവൻ. ദൈവത്തിൻ്റെ വചനം എത്ര ഭയങ്കരമാണ്. ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് ആശ്രയിക്കാനായിട്ട് കഴിയട്ടെ. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഒരു നിമിഷം ദൈവസനെ സമർപ്പിച്ചാട്ടെ. ചെവി ചായ്ക്കുന്ന, കണ്ണ് തുറക്കുന്ന, കരം നീട്ടുന്ന ദൈവം ജീസസ്. പിതാവേ, അവിടുത്തെ സാമീപ്യം എത്ര സന്തോഷമാണ്. അങ്ങയുടെ കരുതൽ എത്ര വലുതാണ്. അങ്ങയുടെ സ്നേഹം എത്ര പ്രശംസനീയമാണ്.
അങ്ങയുടെ സാമീപ്യത്തിലേക്ക് അടുത്തു വന്ന് അങ്ങയുടെ വചനവുമായി എഴുന്നേറ്റ് നിന്ന് അവിടുത്തെ നാമത്തെ ഞങ്ങൾക്ക് പുകഴ്ത്തുവാൻ വാഴ്ത്തുവാൻ നൽകുന്ന അവസരം എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഈ ഭാഗ്യം ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നതുകൊണ്ട്, ഈ പദവി ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ആ വചനത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ അങ്ങയുടെ സാമീപ്യത്തിന് നിറവിൽ ഞങ്ങളെ ഇരുത്തേണം. ആത്മചലനം ഞങ്ങളുടെ മേൽ തരയണം. ആത്മാവിൻ്റെ വലിയ സാമീപ്യത്തിൽ ഞങ്ങളെ ഇരുത്തേണം. കൃപ ഞങ്ങളുടെ മേൽ പകരണം. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി ഒരു തകർപ്പൻ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദയവായി ഇരിക്കാമല്ലോ. ഈ നല്ല പകൽ നമുക്ക് ഒരുമിച്ച് ആരാധനയിൽ ആലയത്തിലേക്ക് എത്താൻ നമ്മെ കർത്താവ് സഹായിക്കുന്നു. കർത്താവിൻ്റെ സാമീപ്യം വളരെ വിലപ്പെട്ടതാണ്. ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ എത്ര സന്തോഷമാണ്. അങ്ങനെ വന്നെത്തിയിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും കർത്താവ് സഹായിക്കട്ടെ. ഇന്നലെ നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമ്മേളനം ഈ സ്റ്റേജിൽ കർത്താവ് നൽകി. ഇന്നലത്തെ ശുശ്രൂഷയിൽ വന്ന എല്ലാവരെയും സംബന്ധിച്ചു നിങ്ങളെ എല്ലാവരെയും ഞാൻ വിശേഷാൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാവിലെ ആലയത്തിൽ ആരാധനയ്ക്കായി വന്നു നിൽക്കുമ്പോൾ നമ്മുടെ ക്യാമ്പസിനകത്ത് ഉയർന്നു നിൽക്കുന്ന സുന്ദരമായ പാഴ്സനേജ് എന്ന്, ഇന്നലെ വന്നവരാരും പാഴ്സനേജ് എന്നല്ല പറഞ്ഞത്. അവർ പറഞ്ഞത് വില്ലയാണോ, ഏത് ആഡംബര വീടാണോ എന്നൊക്കെയുള്ള, ആരും സന്തോഷമില്ലാതല്ല. അകത്ത് ചിലപ്പോൾ ഇച്ചിരി വേദന കാണുമെങ്കിലും പുറമെ എല്ലാവരും സന്തോഷത്തോടെയായിരുന്നു. ഇന്നലെ നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യം സന്തോഷമായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. നിങ്ങൾ വളരെ ഉഷാറോടെ ഉന്മേഷത്തോടെ കൃത്യനിഷ്ഠയോടെ കാര്യങ്ങളെല്ലാം ചെയ്തു. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വളരെ വിലപ്പെട്ടത്. ദൈവം നമ്മെ എല്ലാവരെയും നിങ്ങളെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇന്നലെ നമ്മുടെ പ്രിയ സന്തോഷ് പാസ്റ്റർ ഇച്ചിരി കൃത്യമായ ഒരു എഫർട്ട് നമ്മുടെ സൂപ്രണ്ടിനെ സൽക്കരിക്കാൻ, അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാനൊക്കെ വളരെ ഉത്സാഹത്തോടെ ആയിരുന്നു. സന്തോഷ് പാസ്റ്റർ കുടുംബം നിങ്ങളെ ദൈവം ആദരിക്കട്ടെ. ഇന്നലെ അവർ ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. ഞാൻ ഭക്ഷണം കഴിക്കാതെ പോകുമായിരിക്കുമെന്ന്. സാറേ ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് നമ്മുടെ പാഴ്സനേജിനകത്ത് നമ്മുടെ സൂപ്പറിനാണ് ഭക്ഷണം കഴിച്ചത്. റൈറ്റ്, സന്തോഷമുള്ള അത്ര പേരുണ്ട്. അതൊന്നും എല്ലാവർക്കും ഒന്നും കിട്ടുന്നതല്ല. അസംബ്ലി സഭയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ദൈവദാസൻ വരിക, ശുശ്രൂഷിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് അനുഗ്രഹമാണ്. ഇന്നലെ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചേർന്ന് നിന്ന സന്തോഷ് പാസ്റ്റർക്ക് നന്ദി പറയുന്നു. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. അപ്പോൾ തന്നെ ലീലാമാമി അവർക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ട്, സന്തോഷമുണ്ട്. ഇന്നലെ സുന്ദരമായ കുറേ വിഭവങ്ങളുമായിട്ടാണ് വന്നത്. സത്യത്തിൽ ഇന്നലെ സൂപ്രണ്ട് ആ കപ്പയൊക്കെ കഴിച്ച് ആവേശഭരിതനാകുന്നത് ഞാൻ കണ്ടു. എൻ്റെ മുഖത്തേക്ക് നോക്കി ആ കപ്പ കഴിച്ചിട്ട് ഇതാരുണ്ടാക്കി, ഇനിയും കിട്ടുമോ എന്ന് നോക്കിയതിൻ്റെ ആ ചിന്ത സുന്ദരമായിരുന്നു. നിങ്ങൾക്കാരും കിട്ടിയില്ല എന്നുള്ളത് വളരെ വിഷമമാണ്. നമുക്കൊരു ദിവസം ലീലാമാമയെ കൊണ്ട് ഇവിടെ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യിക്കണം. നന്നായിരുന്നു, വെരി ഗുഡ്. അതിൻ്റെ കൂടെ നല്ല വിഭവങ്ങൾ അമ്മാമ്മ കൊണ്ടുവന്നു. അതും ഇവിടെ അങ്ങ് സെർവ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ചുള്ളല്ലോ. അവിടെ വന്നവർക്ക് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബാലൻസോടെ ഞങ്ങൾ 2-3 പേരുടെ അകത്താക്കിയെന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാവർക്കും എത്താനായിട്ട് പറ്റിയില്ല എന്നുള്ളത്. അവിടെ ലീലാമാമ കാണിച്ച ആ സ്നേഹവും ആ ഊഷ്മളമായ സഹകരണവും നന്ദി അറിയിക്കുന്നു. 2 പേർക്കും ഒരു തകർപ്പൻ കയ്യടിയോട് നമുക്ക് അവരെ ഒന്ന് അനുമോദിക്കാം. താങ്ക് യു. നിങ്ങളുടെ സഹകരണം, നിങ്ങൾ 2 പേരും പറഞ്ഞപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ സുന്ദരമായ വിഭവങ്ങൾ ഒരുക്കി കൊണ്ടുവന്നു. നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ബാബു സാർ നമ്മുടെ കൂടെയുണ്ട്. ഈ ക്യാമ്പസ് എവിടെ കയറിയാലും ആര് കയറിയാലും എപ്പോൾ വന്നാലും ആദ്യം ഓർക്കുന്നത് ദൈവത്തെ കഴിഞ്ഞാൽ പിന്നെ ബാബു സാർ, തൻ്റെ കുടുംബം, അവരുടെ ഊഷ്മളമായ ദൈവസ്നേഹവും ദൈവത്തോടുള്ള ബഹുമാനവും ആദരവും ഒക്കെയാണ് ഈ പറയുന്ന സകല സംഗതികൾക്കും കാരണമായി തീർന്നത്. സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന് ഇത് നീതിയായി കണക്കിടട്ടെ. ഇന്നലെ ഒന്നുകൂടെ ദൈവം ഈ ക്യാമ്പസ് കൈകളിലേക്ക് വഹിച്ചതിനായി എത്ര ഭഗവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളെക്കാൾ ഉപരിയായിട്ട് ഈ ക്യാമ്പസ് ഇന്നലെ ദൈവം അതിൻ്റെതായ കയ്യൊപ്പോടുകൂടെ കൈപ്പറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നവർ ദൈവത്തെ സ്തുതിച്ചോളൂ. ഞാൻ ഇന്നലെ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം അതാണ്. ഒന്നുകൂടെ കയ്യൊപ്പോടെ ദൈവം പറഞ്ഞിരിക്കുന്നു, ഇത് എൻ്റെ സ്ഥാപനമാണ്, ഇത് എൻ്റെ സ്ഥലമാണ്, ഇത് എൻ്റെ ക്യാമ്പസാണ്. എനിക്കിവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു തകർപ്പൻ ഹല്ലേലൂയ പറയാൻ കഴിയുന്നവർ പ്രൈസ് ദി ലോർഡ്. നിശ്ചയമായും ബാബു സാറിൻ്റെ ദൈവദാസിയുടെ ഒക്കെ ഉത്സാഹം, അവരുടെ ആത്മാർത്ഥത, സ്നേഹം വേറെ ആരെങ്കിലും ആണെന്ന് കൊടുക്കുമൊന്നുമില്ല കേട്ടോ. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഒരു സ്പെഷ്യൽ നിയോഗവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ക്യാമ്പസ്
മാറ്റത്തിൻ്റെ അടുത്ത ലെവലുകളിലേക്ക് പോകുകയാണ്. അടുത്ത ലെവലിലേക്കല്ല, ലെവലുകളിലേക്ക് പോകുകയാണ്. നിങ്ങൾ എല്ലാവരും ഉത്സാഹത്തോടെ നിൽക്കണം. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്തെടുക്കാനുണ്ട്. കർത്താവിന് വേണ്ടി നമുക്കൊരു പാഴ്സനേജ് പണിയെന്നൊക്കെ സെക്കൻഡറിയാണ്. ആലയവും രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം ഇവിടെ നടക്കേണ്ട ആത്മീക ശുശ്രൂഷയാണ്. ആയിരങ്ങൾ വിടുവിക്കപ്പെടണം, ആയിരങ്ങൾ ഇവിടെ വന്ന് സൗഖ്യമാകണം, ആയിരങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇവിടെ വന്നാൽ ദൈവസാന്നിധ്യമുണ്ടെന്ന് പറയുന്ന ആയിരക്കണക്കിന് നാവുകൾ കേൾക്കാൻ പോകുന്നത് ഓർത്ത് ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ എല്ലാ സകലം നന്ദി പറയുന്നു. നമ്മുടെ ജോസ് കുടിച്ചാൽ ഇന്നലെ എത്താൻ പറ്റിയില്ല, അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ തന്നെ തോമസ് ചാൻ വളരെ ആവേശത്തോടെ ആഗ്രഹത്തോടെ നമ്മളെ എല്ലാവരെയും അന്വേഷണം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സഭയിലുള്ള മറ്റിതര ഒരുപാട് പേര് നമ്മളെ വിളിക്കുകയും നമ്മുടെ ഈ ശുശ്രൂഷകൾ കാണുകയും ഹായ് ബായ് എന്നൊക്കെ പറഞ്ഞ് അവർ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും സഹകരണം വിലപ്പെട്ടതാണ്. ഞാൻ അവരെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അമിത് മോൻ ഇന്നലെയും ഇന്നും ഒക്കെ കാണിക്കുന്ന ഒരു ഭയങ്കര ശ്രമകരമായ ഉദ്യമം വളരെ വിലപ്പെട്ടതാണ്. താങ്ക് യു അമിത്തിനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തോട് ചേർന്ന് ഒരുപാട് പേര് അക്കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആക്ച്വലി കഴിഞ്ഞ 2 ദിവസത്തെ, ഇന്നലെയല്ല മിനിഞ്ഞാന്ന്, അതിൻ്റെ 2-3 ദിവസത്തെ ഇവിടുത്തെ ക്ലീനിങ്, നിങ്ങൾ ഇന്നലെ ക്യാമ്പസൊക്കെ നടന്ന് കാണുന്നവർ, എന്താ സുന്ദരമായ ക്യാമ്പസ്. തിരുവല്ലയുടെ ചുറ്റുവട്ടത്ത് എങ്ങും കാണാൻ കഴിയാത്ത അതുല്യമായ. അതിന് ഏറ്റവും കയ്യടി വേണ്ടത് പ്രമോദാണ്. പ്രമോദിനോട് ഭയങ്കരമായിട്ട് ഈ ക്യാമ്പസ് അതിൻ്റെ രൂപഭംഗിയിൽ അതിൻ്റെ കൃത്യതയിൽ നിലനിർത്താൻ പ്രമോദ്. അതിനോടുകൂടെ എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്, നമ്മുടെ ജോബിനല്ലേ, റോബിൻ്റെ ജ്യേഷ്ഠൻ ജോബിൻ. കഴിഞ്ഞ ദിവസങ്ങളാണ് എനിക്ക് പുള്ളിക്ക് അത്രയും താലന്തുണ്ടെന്നും കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെന്നൊക്കെ മനസ്സിലായത്. എന്നാ സുന്ദരമായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണുന്ന ഒരുപാട് മാറ്റത്തിന് പ്രമോദിൻ്റെ കൂടെ വളരെ സപ്പോർട്ടായി നിന്ന ജോബിൻ, എനിക്ക് ഇന്ന് അദ്ദേഹം എത്തിയിട്ടില്ല, ജോബിൻ വളരെ ഉത്സാഹമായിരുന്നു. അപ്പോൾ തന്നെ ഒരുപാട് എല്ലാ പ്രിയമുള്ള ഒരു 10-20 പേരെങ്കിലും എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. 1 പേരോ 2 പേരോ പറഞ്ഞാൽ ബാക്കി വിട്ടുപോകുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ മുഴുവൻ വിസിറ്റിച്ച് വന്ദനം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ആ ടീം ക്ലീനിങ്, മറ്റിതര കാര്യങ്ങൾ, ഇന്നലത്തെ ഭക്ഷണ ക്രമീകരണ സെർവിങ്, ഇതിനൊക്കെ സഹകരിച്ച നിങ്ങളെല്ലാവരെയും ഞാൻ വിശേഷാൽ അനുമോദിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ കാക്കട്ടെ. നമ്മുടെ യാത്രയിലായിരുന്ന ലേഖ കുഞ്ഞുങ്ങൾ ക്ഷേമത്തോടെ അവിടെ എത്തി സന്തോഷത്തോടെ ആയിരിക്കുന്നു. എല്ലാവരെയും അന്വേഷണം അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ നിസ്സി യാത്രയിലായിരുന്നു. കുഞ്ഞുങ്ങൾ ഇന്ന് അവരുടെ അഭാവം നമുക്കറിയാം. മറ്റേ ഈ പായലൊക്കെ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്നിവിടെ ഇല്ല. അവർ തന്നെ 5-8 പേര് ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അവർ അവിടെ സുഖമായിരിക്കുന്നു. നിസ്സിയും ക്ഷേമത്തോടെ എത്തി നിങ്ങളെ അന്വേഷണം അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. നമ്മളെ ഏവരെയും ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ. ഇന്നൊരു ഇത്തിരി നേരത്തെ ആരാധന തീരും. അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ ചെന്നിട്ട് പാഴ്സനേജിലേക്ക് ഒന്ന് പ്രവേശിക്കും. വീണ്ടും നമ്മൾ ഒന്നുകൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇന്നലെ സമർപ്പണ പ്രാർത്ഥന ഉണ്ടായിരുന്നു. സഭയുടെ സമർപ്പണ പ്രാർത്ഥന എന്നാണ്. ആരാധന കഴിഞ്ഞ് ആരും ഓടിപ്പോകരുത്, അവിടേക്ക് പോകും. നിങ്ങൾക്കെല്ലാവർക്കും നല്ല മധുരവും തരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും നിർത്തിക്കൊണ്ടൊരു ഫോട്ടോയും കൂടെ എടുക്കുന്നതാണ്. പ്ലീസ്, അതുകൊണ്ട് ആരും ഓടിപ്പോകല്ലേ. 12:30 മുമ്പ് ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലഡ്ഡു കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഉറപ്പ് തരുന്നു, 12:30 മുമ്പ് മുഴുവൻ പരിപാടി തരും. ആരും ഓടി പോകരുത്. നമ്മൾ അത് ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി തുടർന്നുള്ള നാളുകൾ ഇവിടെ സമയബന്ധിതമായി വളരെ ആത്മീക ശുശ്രൂഷകൾ ചെയ്യാൻ ദൈവം ഒരു വലിയ നിയോഗം തരികയാണ്. അതുകൊണ്ട് അടങ്ങിയിരിക്കാനല്ല, എന്നാൽ ഇത്രയൊക്കെ കഴിഞ്ഞു ഇരിക്കട്ടെ എന്നുകൊണ്ട് ഇരിപ്പല്ല, നമ്മൾ തുടങ്ങുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കണം. ഞങ്ങളുടെ ഷിഫ്റ്റിംഗ് അടുത്ത സമയബന്ധിതമായിട്ട് നടക്കും. അടുത്ത 8 മുതൽ BBS നടക്കുന്നു. ഉച്ചവരെയാണ് BBS. ഉച്ച കഴിഞ്ഞിട്ട് കുറേശ്ശെ സാധനങ്ങൾ കൂടെ ഇവിടെ എത്തും. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ഞായറാഴ്ച വീണ്ടും നമുക്ക് അതിനകത്ത് കയറി നിങ്ങൾ ഞങ്ങളെ അവിടെ ആക്കി പ്രാർത്ഥിക്കണം. അന്നേരം തരും ലഡു. ഇതൊന്നും സഭയുടെ അല്ലെങ്കിൽ എൻ്റെ വകയായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടോ, ഇത് സഭയുടെ പൈസ അല്ലോ. ഇതൊന്നുമല്ല. ഇന്ന് ലഡു തരുന്നത്, അടുത്ത ആഴ്ച ലഡു തരുന്നത്. ചിലപ്പോൾ അത് മാറി വേറെ എന്തെങ്കിലും ആവാനും സാധ്യതയുണ്ട്. പ്രാർത്ഥിച്ചാൽ അതൊക്കെ നിങ്ങളെ ഏൽപ്പിക്കുക. പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ ഇവിടെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ TJ ശമോർ സാർ എന്നോട് പറഞ്ഞു, ഇതെങ്ങനെ ഇതൊക്കെ പറ്റുന്നത്, ഭയങ്കര പരിപാടിയാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവം ചെയ്യുന്നതല്ല, നമ്മുടെ ഇതൊന്നുമല്ല. സന്തോഷമുള്ള എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേവരോട് ചോദിച്ചു, എന്നും ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, എപ്പോൾ കൂടിയാലും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്, മിക്കവാറും ഭക്ഷണമുണ്ട് എന്ന്. അദ്ദേഹം ഒന്ന് ചിരിച്ചു. ഓക്കെ, ആ ചിരി കൊള്ളാമെന്നുള്ള ചിരിയാണ്. വളരെ സന്തോഷമായിരുന്നു. ഇന്നലെ ദേവദാസൻ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മോട് എല്ലാവരോടും വളരെ ആത്മാർത്ഥമായി സഹകരിച്ചു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ ദൈവം ആദരിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം.
ഇന്ന് നിങ്ങളുമായിട്ടൊരു അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് 1 പത്രോസ് 5:7 വാക്യം. 1 പത്രോസ് 5:7 ഒന്ന് എടുത്ത് വായിക്കാൻ കഴിയുന്നവർ വായിക്കണം. ഒരു തകർപ്പൻ ഹല്ലേലൂയ പറഞ്ഞേറ്റെടുത്തോളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാ സ്ഥിതി മാറാൻ പോകുന്നു കേട്ടോ. സാഹചര്യം മാറുന്നു. അടുത്ത ലെവലുകളിലേക്ക് സഭ മാറുന്നു. സഭ മാറുന്നു പറഞ്ഞാൽ കെട്ടിടം മാറുകയല്ല, പാഴ്സനേജ് മാറുകയല്ല, സഭാ ഹോൾ മാറുകയല്ല. ദൈവത്തിൻ്റെ ജനം കുടുംബമായി മാറാൻ പോകുന്ന ദിവസങ്ങളാണ് മുൻപിൽ വരുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ അപ്പോസ്തലനായ പത്രോസ് നമ്മോട് വിളിച്ചു പറയുന്നു, കരുതുന്ന ദൈവം, എ കെയറിംഗ് ഗോഡ്. അതുകൊണ്ട് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ദൈവജനമാകുന്ന എന്നോട് നിങ്ങളോട് പറയുകയാണ്, കാസ്റ്റിംഗ് ഓൾ യുവർ ആങ്സൈറ്റി ഓൺ ഹിം ബിക്കോസ് ഹി കെയർസ് ഫോർ യു. നിങ്ങൾക്കായി ദൈവം കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലേക്ക് ഇട്ടുകൊള്ളുക എന്ന് രാവിലെ ആത്മനിറവിൽ ആത്മാർത്ഥതയോട് അത് ഏറ്റെടുക്കാൻ കഴിയുന്ന ദൈവജനം കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഏറ്റെടുത്തോളൂ. വിടുതൽ ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ. ഇതൊരു പൊതു ലേഖനമാണ്, ജനറൽ എപ്പിസൽ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. പത്രോസ് ശ്ലീഗയാണ് അതിൻ്റെ ഓതർ, എഴുത്തുകാരൻ. നമുക്ക് സംശയമില്ലാതെ അറിയാൻ കഴിയുന്നുണ്ട്. AD 64-65 കാലഘട്ടത്തിൽ റോമിൽ വെച്ച് ഇത് എഴുതിയെന്ന് വളരെ കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നു. അരാമ്യ ഭാഷയിൽ കേഫ എന്നും റോമൻ ഭാഷയിൽ പീറ്റർ, പത്രോസ് എന്നും ഒക്കെ ഇതിന് അർത്ഥമുണ്ട്, പേരുണ്ട്. അതിൻ്റെ അർത്ഥം കല്ല്, പാറ എന്നൊക്കെയാണ്, കട്ടിയുള്ള എന്നൊക്കെയാണ് അതിന് അർത്ഥം. ഇതിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ, നിങ്ങളെൻ്റെ കൂടെ വരണം കേട്ടോ, ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിച്ചാൽ, നീറോ ചക്രവർത്തി ഭരിക്കും കാലം, നീറോയുടെ അധികാരവും നീറോയുടെ വമ്പൻ പരിപാടികളും നടക്കുന്ന സമയം, ക്രിസ്ത്യൻസിന് നേരെ പീഡനം അഴിച്ചുവിടുന്ന സമയം. അതിൻ്റെ പ്രധാന കാരണം റോമാ നഗരം കത്തിയെരിയുന്നൊരവസരം. ഈ നീറോ ചക്രവർത്തി പറഞ്ഞു, ഇത് ക്രിസ്ത്യാനികളുടെ കുഴപ്പം കൊണ്ടാണ്, ഇവന്മാരെ ഒന്നും വെറുതെ വിടരുത്. മാത്രവുമല്ല, റോമൻ നഗരിയിലെ അഗ്നിബാധ, അവിടുന്ന് ഭയങ്കര ഒരു കൂട്ടം ജാതികളായവർ വിശ്വാസത്തിലേക്ക് വരികയും ദൈവത്തെ സ്വീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു അകത്തളത്തിലുള്ള ചുരുക്കാണ് ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ അന്നത്തെ ജാത്രയ്ക്ക് മറുപടി തരുന്നവനാണ്, തൻ്റെ ജനത്തെ കടാക്ഷിക്കുന്നവനാണ്. കരങ്ങൾ അടിച്ചൊന്ന് ഏറ്റെടുത്തോ എന്ന് രാവിലെ നീറോ ചക്രവർത്തിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പീഡനത്തിനോ അവന്റെ ശക്തിക്കോ അവന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തിക്കോ പരാജയപ്പെടുത്താൻ കഴിയാത്തൊരു നാമമുണ്ട്. അത് നാസറേനായ യേശു എന്ന നാമമാണ്. രാവിലെ ഓർക്കണേ, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആത്മാർത്ഥമായ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പരാജയപ്പെട്ടവന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചൊരു ഗ്രൂപ്പ് അല്ല പെന്തക്കോസുകാർ. അതുകൊണ്ട് തന്നെ പെന്തോസ്, ഗലാത്യ, കപ്പദോക്യ, ആസ്യ, ബിദുന്യ എന്നിവിടങ്ങളിൽ നിന്ന് ജാതികളായ വലിയൊരു സമ്മിശ്ര പുരുഷാരം ക്രിസ്തുവിലേക്ക് വരുന്നു. അവർ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു കാഴ്ച. ജാതികളായ ഈ വലിയൊരു കൂട്ടം ജനം ക്രിസ്ത്യാനികളായപ്പോൾ അന്നത്തെ നീറോ ചക്രവർത്തി, അന്നത്തെ പ്രമുഖന്മാർ, പ്രഗത്ഭന്മാർ, അവർക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരെ ലക്ഷ്യം വെച്ച് വല്ലാതെ പർട്ടിക്കുലറായിട്ട് അവരെ പീഡിപ്പിക്കുമ്പോൾ പത്രോസ് ലീഗ പറയാണ്, പേടിക്കേണ്ട, ഏത് പീഡയുടെ അപ്പുറവും ഒരു വിജയം തരാൻ കഴിയുന്നൊരു നാമമുണ്ട്, യേശു എന്ന നാമമാണ്. യേശു വിശ്വാസത്തിൻ്റെ വിലയേറിയ മൂലക്കല്ല് എന്നാണ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴത്താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകലവും, ഒരു തകർപ്പൻ ഹല്ലേലൂയ പറഞ്ഞേറ്റെടുത്തോളൂ, നിങ്ങളുടെ സകല ചിന്താകലവും, മതിക്കുന്ന ചിന്ത ഏതുമാകട്ടെ, അലട്ടുന്ന പ്രവൃത്തി ഏതുമാകട്ടെ, നമ്മളെ വ്യാകുലരാക്കുന്ന ആകുലരാക്കുന്ന ആ വല്ലാത്ത സംഗതികൾ എന്തുമാകട്ടെ, പരിഹാരം തരാൻ കഴിയുന്ന ഒരുവനുണ്ട്. രാവിലെ ഞാൻ ആത്മാർത്ഥമായി പറയാം, ഞാൻ ഈ കഴിഞ്ഞ ബുധനാഴ്ചകളിൽ ഏതോ ഒരു ദിവസം ഇത് പറഞ്ഞിരുന്നു. ഇതിനകത്തെ കുറേ കാര്യങ്ങൾ ഇന്ന് രാവിലെ ഓർക്കണമേ. 2000-ലധികം കുഞ്ഞുങ്ങൾ പാർക്കുന്ന ജോർജ് മുള്ളറിൻ്റെ അനാഥശാല, ഞാൻ പറഞ്ഞ അത് വളരെ 10 പേര് താഴെയുള്ളതെന്ന്. ജോർജ് മുള്ളറിൻ്റെ അനാഥശാല, 2000 അനാഥ കുട്ടികൾ. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ വന്നു. നാളെയാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ. ഇന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കേക്കിൻ്റെ കൂടെ കൊടുക്കണം. എല്ലാ വർഷവും കേക്ക് കൊടുക്കും. അന്നേരം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു, ഒരു ആപ്പിളൂടെ ഈ കുഞ്ഞുങ്ങൾക്ക്, 2000 കുഞ്ഞുങ്ങൾക്ക് ആപ്പിൾ കൂടെ കൊടുക്കണം. അദ്ദേഹം നോക്കി, യാതൊരു വിധമായ സോഴ്സും ഇല്ല.
കയ്യിലില്ല, പണം അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അദ്ദേഹം ആകെപ്പാടെ നിരാശനായി. ഒരു ആപ്പിൾ വേണമെങ്കിൽ 2000 ആപ്പിൾ വേണം ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. അദ്ദേഹം എന്തായാലും രാവിലെ ഇറങ്ങി അങ്ങ് പട്ടണത്തിലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ ആപ്പിളൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണത്തിന് കിട്ടത്തില്ല 1000 ആപ്പിള്. അദ്ദേഹം ആകെ കണക്കൂട്ടിയപ്പോഴും ആപ്പിൾ വളരെ പരിമിതമായ 100-300 ആപ്പിൾ വാങ്ങാനേ പൈസയുള്ളൂ. അദ്ദേഹം നിരാശനായി മടങ്ങി വീട്ടിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ തൻ്റെ അനാഥശാലയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അകത്ത് വല്ലാത്ത നിരാശയുണ്ട്. അയ്യോ, കുഞ്ഞുങ്ങൾക്ക് കേക്കിൻ്റെ കൂടെ ഒരു ആപ്പിളോട് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അദ്ദേഹം മടങ്ങി വന്നു. എങ്കിലും അദ്ദേഹത്തെ ദൈവത്തിൽ പ്രത്യാശയുണ്ട്. കർത്താവേ, അങ്ങയ്ക്ക് സാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് നടന്നാണ് അദ്ദേഹം വരുന്നത്. തിരിച്ച് അദ്ദേഹത്തിൻ്റെ അനാഥശാലയിൽ വന്നപ്പോൾ അതിൻ്റെ പൂമുഖത്ത് അല്ലെങ്കിൽ പുറത്ത് തന്നെ ഇങ്ങനെ ആപ്പിളുകൾ ചാക്ക് കണക്കിന് അടുക്കി വെച്ചിരിക്കുന്നു. 4000 ആപ്പിൾ. അവിടെ ആപ്പിൾ സംസ്കരിക്കുന്ന അതിനെ ആപ്പിളിൻ്റെ ജ്യൂസൊക്കെ ആക്കുന്ന ഫാക്ടറിയിൽ ആപ്പിൾ കൊള്ളാതെ വന്നു. ആ കൊള്ളാതെ വന്നപ്പോൾ എക്സ്പോർട്ട് ക്വാളിറ്റി ആപ്പിൾ ഏതാണ്ട് 4000 എണ്ണം. അവിടെ അവർക്ക് വെക്കാൻ സ്ഥലമില്ല. ഉടനെ അവർ ആലോചിച്ചു ഇതെന്ത് ചെയ്യും. ഉടൻ തന്നെ അവരുടെ മനസ്സിലേക്ക് വന്നു, മുള്ളറിൻ്റെ അനാഥശാല ഇവിടെ ഉണ്ട്, നമുക്ക് ആ ആപ്പിള് ആ അനാഥശാലയിലേക്ക് കൊടുക്കാം. 4000 ആപ്പിൾ വന്ന് അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുമ്പോൾ ആ മുള്ളർ വന്നിട്ട് ചോദിച്ചു, ഇതെന്താണ്, ഇത് എവിടെ നിന്ന് വന്നു? ഉടനെ അനാഥശാലയിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞു, ഇത് ഇന്നിടത്തുനിന്ന് കൊണ്ടുവന്നതാണ്, ഇവിടേക്ക് നമുക്ക് തന്നതാണ്. ആ മുള്ളർ ചങ്കത്തെ കൈവച്ചിട്ട് പറഞ്ഞു, അതിൽ ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം. കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം 2000 ആപ്പിളെ ആഗ്രഹിച്ചുള്ളൂ, പക്ഷെ 4000 ആപ്പിൾ അവിടെ എത്തുമ്പോൾ ഇന്ന് രാവിലെ ദൈവജനം ആത്മാർത്ഥമായി ഹല്ലേലൂയ വിശ്വസിക്കാൻ തയ്യാറാകട്ടെ. കരുതുന്ന ഒരു ദൈവം. നിങ്ങളുടെ ഭാരം അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നമ്മെ കരുതാൻ, പുലർത്താൻ, പരിപോഷിപ്പിക്കാൻ, നമ്മെ ഉയർത്തിയെടുക്കാൻ, തല നിവർത്താൻ. ഓ സഭയുടെ അടുത്തൊരു വലിയ ഘട്ടത്തിലേക്ക് ദൈവം നമ്മെ നടത്തട്ടെ. കുടുംബങ്ങളുടെ മേലൊരു വലിയ അത്ഭുതം നടക്കാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. മുള്ളറിന്റെ മുഖം നിങ്ങൾ നോക്കിയേ. ടൗണിലേക്ക് പോയ പോലെ അല്ല ഇപ്പോൾ മുള്ളറിന്റെ മുഖം ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഖത്ത് തേജസ് കൊണ്ട് നിറഞ്ഞു, സന്തോഷം കൊണ്ട് നിറഞ്ഞു. തൻ്റെ അനാഥ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കും, ഓരോ ആപ്പിൾ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം. ഇന്ന് രാവിലെ വെറുതെ കേട്ടുകൊണ്ടിരിക്കരുത്, ഏറ്റെടുത്തോളൂ. നമ്മുടെ വീടിനകത്ത് അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. നമ്മുടെ വീടിൻ്റെ സ്ഥിതികൾ മാറാൻ പോകുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ്റെ സ്ഥിതി മാറും. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അവൻ കൈ നീട്ടുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കുഞ്ഞുങ്ങൾക്കന്ന് വൈകിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച ഓരോ ആപ്പിളും ഒരു കേക്ക് പീസും ഈ 2 ആപ്പിളും കൊടുത്തപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മുഴുവൻ കണ്ണുതള്ളിപ്പോയി. അവർ ഒരുപോലെ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. 2000 കുഞ്ഞുങ്ങളുടെ അകത്തളത്തിൽ വന്നു കയറിയ ഒരു ചിന്ത, ഒരു അത്ഭുതം നടന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ആശ്രയിച്ചാൽ നൽകുന്ന ദൈവം, ആഗ്രഹിച്ചാൽ നൽകുന്ന ദൈവം, പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവം. ബദലേജിയെ പ്രതീക്ഷിക്കാം, അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം, വലിയ ദൈവപ്രവർത്തികൾ പ്രതീക്ഷിക്കാം. വിശ്വസിച്ചാൽ അത്ഭുതം. ഇതാരാ പറയുന്നത്? പക്ഷെ കെ സാമുവൽ അല്ല, ദൈവത്തിന്റെ വചനം. അതും പ്രത്യേകിച്ച് പത്രോസ് എന്ന് പറയുന്ന ശക്തനായ മനുഷ്യനാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഓർത്തോണം, ആ വാക്യം മറന്നു പോകരുത്. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന്, നിങ്ങളുടെ ചിന്താകുലങ്ങൾ മാറ്റേണ്ടതിന്, വ്യാകുല ആകുലങ്ങൾ അകറ്റേണ്ടതിന് കഴിയുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശു എന്ന നാമം. ആലയത്തിനകത്ത് വന്നാൽ ആ നാമം നാവിൽ നിറയണം. ഹൃദയത്തിൽ നിറഞ്ഞാലേ അത് നാവിൽ വരുവുള്ളൂ. തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ഒരു സ്തോത്രം ചെയ്യുന്നു. അകത്ത് യേശു ഇല്ലാത്തവനെ കൊണ്ട് എത്ര സ്തോത്രം ചെയ്യിച്ചാൽ നോക്കിയാലും അമ്പേ പരാജയമാണ്. അകത്ത് യേശു ഇല്ലാത്തവനെ കൊണ്ട് എത്ര യേശു എന്ന് പറയിപ്പിക്കാൻ നോക്കിയാലും അത് ആരും നോക്കിയാൽ നടക്കില്ല. എന്നാൽ അകത്ത് യേശു ഉണ്ടെങ്കിൽ അറിയാതെ നാവിൻ്റെ തുമ്പിൽ അത് അമ്മാനമാടും. ആ നാമം ആര് നാവിൽ എടുത്തിട്ടുണ്ടോ അവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. ഈ
ദിവസങ്ങളിൽ കരുതലിൻ്റെ വലിയൊരു കൂമ്പാരം നമ്മുടെ മേൽ തരാൻ പോകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഹാഗാറിന് ഇസ്മായേലിനും വേണ്ടി മരുഭൂമിയിൽ ഉറവയെ കരുതുന്ന ദൈവം. സന്തോഷമുള്ള എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ ഉറവ കരുതാൻ കഴിയുന്ന, അവിടെ അങ്ങനെ നടക്കുമെന്ന് അവർക്കാർക്കും അറിയില്ല. പക്ഷെ കരയുന്ന ഹാഗാറെ, നീ പേടിക്കേണ്ട, ഉറവ തുറക്കാൻ കഴിയുന്ന ഒരുവൻ നിന്റെ കണ്ണുനീർ കണ്ടു. ഇന്ന് രാവിലെ വായിച്ച സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടല്ലോ, നമ്മുടെ നിലവിളി യാചന കേൾക്കുന്ന ദൈവം. ഇതെല്ലാം ഭക്തന്മാർക്ക് വേണ്ടിയാ, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയാ, തൻ്റെ മക്കൾക്ക് വേണ്ടിയാ. ആരാധനയിലോ പ്രാർത്ഥനയിലോ വന്നിരുന്നിട്ട് പിന്നെ പോയിട്ട് വേറെ ഇടപാടുമായിട്ട് പോകുന്നവർക്കല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവം തന്നിട്ടുള്ള ഒരു വലിയ ആഹ്വാനമാണ് ദൈവത്തിൻ്റെ വചനം. അത് ഏറ്റെടുക്കാനായിട്ട് നമുക്ക് കഴിയണം. മാത്രമല്ല, ആ അബ്രഹാം മോനുമായിട്ട് പോകുന്നു, ഒരാടിനെ കരുതുന്ന ദൈവം. സന്തോഷമുള്ള എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒത്തിരി ഭയങ്കര സന്തോഷം. അവിടെ ചെന്നപ്പോൾ ചെറുക്കനോട് പറഞ്ഞു, നിന്നെയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. എന്നാൽ പിന്നെ ഓക്കെ ആയിക്കോ, കെട്ടി ഇതാ കയറ്റി ഇടുന്നു. പക്ഷേ കരുതുന്നൊരു ദൈവം. അതിനു മുമ്പേ ഒരാടിനെ അവിടെ കരുതി നിർത്തിയിരിക്കുകയാണ്. പ്രതിസന്ധി വരുമ്പോൾ പതറരുത്, നിനക്ക് വേണ്ടി ഇത് കരുതി വെച്ചിട്ടാണ് നിന്നെ വിളിച്ചിറക്കിയത്. വിശ്വസിക്കുന്നവർ ഒന്ന് സ്തോത്രം പറഞ്ഞോളൂ. വിളിച്ചിറക്കിയപ്പോൾ, എന്നെയും നിങ്ങളെ വിളിച്ചിറക്കിയപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം കരുതി വെച്ചിട്ടാണ് ദൈവം വിളിച്ചിറക്കിയത്. അത് പ്രാപിക്കാനുള്ള ഒരാത്മാർത്ഥതയും അത് പ്രാപിക്കാനുള്ളൊരു വിശ്വസ്തതയും നമുക്കുണ്ടോ, അത് നമ്മുടെ കയ്യിലേക്ക് ദൈവം തരാൻ പോകുകയാണ്. ഇറങ്ങി തിരിച്ചവരെ ഒരിക്കലും നിന്ദിക്കില്ല. യാഗം കഴിക്കാൻ പറഞ്ഞെങ്കിൽ അബ്രഹാമേ, ഞാൻ നിന്റെ കൂടെ യാഗത്തിന്റെ സ്ഥലത്ത് എത്തും. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമും മകനും മാത്രമല്ല പോകുന്നത്, സർവശക്തനായ ദൈവവും അവരുടെ കൂടെ ഉണ്ട്. സത്യത്തിൽ ദൈവത്തെ പേടിപ്പിച്ച ഒരാളുണ്ടെങ്കിൽ ഈ അബ്രഹാം, അല്ലേ? ദൈവം പേടിച്ചു പോയി. എങ്ങനെ കത്തിയെടുത്ത് വെട്ടാന്ന്, അബ്രഹാമേ ആ പറച്ചിലെന്നെ കേട്ടാൽ, ഇടോ എൻ്റെ പൊന്നിഷ്ട, നീ ചെയ്യല്ലേ. എനിക്ക് ഭയങ്കര, അബ്രഹാമിന് അതിനും മടിയില്ലെന്നേ. തൻ്റെ ഒറ്റ ഒരു കൊച്ചനെ വെട്ടിക്കൊല്ല എന്ന് പറഞ്ഞാൽ ആര് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അവനറിയാം, എന്നോട് പറഞ്ഞവൻ ആരാണെന്ന് അവനറിയാം. ഈ കുഞ്ഞിനെ തന്നവൻ ആരാണെന്ന് ആ അബ്രഹാമിനെ അറിയാം. അവൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന ദൈവം ആരാന്ന് അബ്രഹാമിന് അറിയാം. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ വീട്ടിൽ വരുന്ന ദൈവത്തെ അറിയാം. ഇന്ന് രാവിലെ ഞാൻ ചോദിക്കട്ടെ, പെന്തക്കോസ്തുകാരായ പ്രാർത്ഥനക്കാരായ നമ്മുടെ വീട്ടിൽ യേശു വരുന്നത് അറിയാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? നമ്മുടെ പ്രാർത്ഥന യേശുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങളിൽ എത്ര പേർക്ക് എത്താൻ കഴിയുന്നുണ്ട് എന്ന് രാവിലെ വിളിച്ചു പറയുന്നു പത്രോസ്. വേദന മാറ്റിക്കൊള്ളൂ, നിങ്ങളുടെ ക്ലേശങ്ങൾ മറന്നേക്കൂ, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരുവനുണ്ട്. രാവിലെ ദൈവത്തിന്റെ വചനം അതിൻ്റെതായ നിലയിൽ നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാത്രമല്ല, യഹൂദന്മാർ മരുഭൂമിയിൽ കൂടെ പോകുമ്പോൾ മന്ന, വെള്ളം, കാട എന്ന് വേണ്ട എല്ലാം സമയബന്ധിതമായി കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു ദൈവം. ഈ യഹൂദൻ്റെ മിടുക്ക് കൊണ്ട് വല്ലതും ആണോ? ഇസ്രായേലിൻ്റെ കഴിവ് കൊണ്ട് വല്ലതും ആണോ? ഇല്ല. സമയബന്ധിതമായി എന്തെല്ലാം വേണമോ രാവിലെ മന്ന പെറുക്കിക്കോളൂ ആവശ്യത്തിന്. അതിൻ്റെ സമയം കഴിഞ്ഞാൽ പറ്റത്തില്ല. അതിന് തന്നിരിക്കുന്ന അളവിന് അപ്പുറത്ത് പറക്കാൻ നോക്കിയാലും പറ്റില്ല, സൂക്ഷിച്ച് വെക്കാൻ നോക്കിയാലും സാധ്യമല്ല. ദൈവത്തിൻ്റെ ആ ഒരു പ്രൊവിഷൻ ഭയങ്കരമാണ്. എനിക്ക് എന്താവശ്യമുണ്ടോ അത് തരാമെന്ന് പറഞ്ഞ ദൈവം. അയൽവക്കക്കാരൻ എന്ത് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം തരാമെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് തരുന്ന ദൈവം. അയൽവക്കക്കാരന് എന്തെല്ലാം ഉണ്ടോ അതിനപ്പുറത്ത് നമുക്ക് തരാൻ കഴിയുന്ന ഒരു ദൈവം. ഇന്ന് രാവിലെ കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചോളൂ. മറ്റൊന്നും നോക്കി നമ്മൾ ഭാരപ്പെടേണ്ട. ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനോട് പറഞ്ഞു, നീ പോയിരുന്നോളൂ കെരീത്തിൽ. ഏലിയാവിനറിയാം കെരീത്തിൽ ചെന്നിരുന്ന ആകപ്പെടെ അപകടമാണ്. എന്നാൽ പറഞ്ഞയക്കുന്നവൻ പരാജയപ്പെട്ടവനല്ല. കാക്കയിൽ കൂടെ അവിടെ ആഹാരം കൊടുത്ത് അവനെ പോഷിപ്പിക്കാൻ മതിയായ ദൈവമാണ്. ഇന്ന് രാവിലെ ആലയത്തിൽ വന്ന് എത്ര പേർക്കൊന്ന് പറയാൻ കഴിയുന്നുണ്ട്, എന്നെ വിളിച്ചിറക്കിയ ദൈവം എന്നെ വിടില്ല, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് അകത്തളത്തിൽ പറഞ്ഞ് ഏറ്റെടുത്തിട്ടേ മടങ്ങിപ്പോകാവൂ. പ്രൈസ് ദി ലോർഡ്. രാവിലെ ഒരുങ്ങി ആലയത്തിൽ വന്നതുകൊണ്ടൊന്നും ദൈവം അനുഗ്രഹിക്കില്ല. ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്ന് ഇറങ്ങി വന്നത് ആരെ ആരാധിക്കാനാണെന്ന് ആവർത്തിച്ച് പറഞ്ഞ് ദൈവകൃപ പ്രാപിപ്പാൻ പത്രോസ് ഇന്ന് രാവിലെ നമ്മളോട് എണ്ണി വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാത്രമല്ല, ദൈവഭക്തന് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തരാമെന്ന് പറഞ്ഞ ദൈവം ഒരു തകർപ്പനല്ലല്ലോ. പറ ദൈവഭക്തൻ. ആർക്കാണ്? ദൈവഭക്തന്. എല്ലാവർക്കും അല്ല, ദൈവഭക്തന്. അതുകൊണ്ട് എവിടെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇച്ചിരി ചർക്കിങ്ങോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റ്.
ദൈവത്തോട് അടുക്കുന്നതിന് തടസ്സം എന്തുണ്ടെങ്കിലും, ദൈവത്തോട് സംസാരിക്കുന്നതിന് നമ്മുടെ നാവിന് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ മാറ്റി ദൈവത്തോട് അപേക്ഷിക്കേ. കൈവിടാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 55-ാം സങ്കീർത്തനം അതിന്റെ 22-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന നല്ലൊരു പ്രസ്താവനയുണ്ട്. വായിച്ചാട്ടെ. 55:22 സങ്കീർത്തനം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. റൈറ്റ്. ചെറിയൊരു പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് പറഞ്ഞു വലുതാക്കരുത്. ഒരു ചെറിയ ഭാരം വരുമ്പോഴത്തേക്ക് അത് ഊതി വീർപ്പിച്ച് വല്ലാതെ പ്രതിസന്ധി ആക്കരുത്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ആങ്സൈറ്റി ഒഴിവാക്കാൻ ദൈവം നമ്മളോട് പറയുന്നു. ആങ്സൈറ്റി നമ്മളിൽ വർദ്ധിക്കും തോറും, അല്ലെങ്കിൽ ഈ സമ്മർദ്ദം നമ്മിൽ വർദ്ധിക്കും തോറും, നമ്മളെ വല്ലാതെ സമ്മർദ്ദത്തിൽ ആഴ്ത്താൻ ശത്രു തയ്യാറാകുമ്പോൾ ആത്മീകൻ തിരിച്ചറിയണം, സമ്മർദ്ദം എനിക്ക് ഗുണമല്ല, സമ്മർദ്ദത്തിനപ്പുറം എനിക്കൊരു സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നത്, എന്താ പറഞ്ഞത്? നിന്റെ ഭാരം. ഇന്ന് നമ്മളെല്ലാവരും ഭാരം അങ്ങ് വെക്കുക, രാത്രിയിലോട്ട് കിടന്നിട്ട് ഇതാ മാത്രം ഇതാ മലക്ക് എന്തേന്ന് പറഞ്ഞ് അങ്ങോട്ട് അല്ല. നമ്മുടെ ഭാരവുമായി അടുത്ത് ചെന്ന് കൃത്യമായി ദൈവത്തോട് സംസാരിക്കാൻ എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന പദവി വലുതാണ്, നമ്മുടെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി വലുതാണ് എന്ന് പറയണം. അപ്പോൾ ഈ പത്രോസ് ഇന്ന് രാവിലെ നമ്മളോട് ചുമ്മാ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പറയുക അല്ല, ചിലതൊക്കെ അനുഭവിച്ചിട്ടാണ് പത്രോസ് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ യേശു കൊള്ളാവുന്നവനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് നിങ്ങളോട് ഞാൻ എഴുതി തരുന്ന ആത്മാവിൽ നിങ്ങളുടെ ചിന്താകുലം അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. മർക്കോസ് വിശേഷം 1-ാം അധ്യായം അതിന് 29-31 വരെ നോക്കാമെങ്കിൽ തൻ്റെ അമ്മായിയമ്മ വല്ലാതെ കഠിന ജ്വരം പിടിച്ചു കിടക്കുകയാണ്. ഇനി രക്ഷപ്പെടുമോന്ന് അറിയില്ല. പക്ഷേ നാസറേനായ യേശു വന്ന് അവൻ്റെ അമ്മായിയമ്മയുടെ കഠിന ജ്വരം മാറ്റിക്കൊടുത്തെങ്കിൽ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് ഏറ്റെടുക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ. കാരണം ഒരിക്കൽ ഞാൻ കണ്ടതാണ്, എൻ്റെ അമ്മായിമ്മ വല്ലാതെ വിറച്ച് തുള്ളിക്കിടക്കുമ്പോൾ, കഠിന ജ്വരം പിടിച്ച് കിടക്കുമ്പോൾ, ഒരു മരുന്ന് മേൽക്കാതിരിക്കുമ്പോൾ, വല്ലാതെ നിലവിളിക്കുമ്പോൾ യേശു അവിടേക്ക് വന്നു. പിന്നെ അവളെ കഠിന ജ്വരം ബാധിച്ചിട്ടില്ല എന്ന് രാവിലെ തിരിച്ചറിയേ. അനുഭവത്തിന്റെ ഏടുകളിൽ നിന്നുകൊണ്ട് സ്ലീഹനായ പത്രോസ് നമുക്ക് ആത്മാവിൽ എഴുതി തരുന്ന ദൂത് ആരെങ്കിലും പറഞ്ഞു കേട്ടതല്ല, അവൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആരുടെ പ്രയാസവും ഇടാൻ പറ്റുന്ന ഒരു സെൻറ്റർ നമുക്കുണ്ട്, അത് യേശുവാണ്. അതുകൊണ്ട് പത്രോസ് പറയാണ്, അമ്മായിമ്മ കഠിന ജ്വരം ബാധിച്ച് വല്ലാതെ വിറച്ചാലും സാരമില്ല, ഒരുവൻ അവിടെ ഇറങ്ങി വരും. അവൻ വന്നാൽ അവിടെ പരിഹാരമുണ്ട്. അത് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും അവൻ നിങ്ങളെയും സൗഖ്യമാക്കാൻ മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല പത്രോസിനോട് ചോദിക്കാമെങ്കിൽ പത്രോസ് പിന്നെയും പറയും, ഒരിക്കൽ രാത്രി മുഴുക്കി അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വലയും വീശി പോകാൻ തുടങ്ങുമ്പോൾ എൻ്റെ പടകിൽ എൻ്റെ വലയിൽ ഒന്നുമില്ല, പക്ഷേ ഞാൻ നിരാശനായി മടങ്ങുമ്പോൾ അവൻ ഒരൊറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ പടകിൽ അന്ന് വരെ കയറിയിട്ടില്ലാത്ത ഒരു പെരുത്ത മീൻകൂട്ടം സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ശൂന്യമായ കൈകളിലായി പോകുന്ന ഞാനും നിങ്ങളും എപ്പോൾ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമോ ശൂന്യമായ കൈ നിറയ്ക്കാൻ കഴിയുന്നൊരു ദൈവം, വിശ്വസിക്കാൻ കഴിയുന്നവർ ഏറ്റെടുത്തോളൂ. നിന്റെ ശൂന്യത മാറ്റാൻ അവൻ വരാൻ പോകുകയാണ്. ശൂന്യത അനുഭവിക്കുന്നവരുടെ ശൂന്യത മാറ്റാൻ ഒരുവൻ വരുന്നു. പത്രോസ് പറയുന്നു, അത് മറ്റാരുമല്ല, നിങ്ങളുടെ ചിന്താകുലം അറിയാവുന്ന ദൈവം. ചിന്ത വേറെ എങ്ങോട്ടും പോകല്ലേ, ഒരു ഇത്തിരി സമയം കൂടെ എൻ്റെ കൂടെ വരണേ. ശൂന്യത, കൈകളിലൊന്നുമില്ല, വലയിലൊന്നുമില്ല, അധ്വാനം ഒരുപാട് ചെയ്തു, രാത്രി മുഴുക്കി അധ്വാനിച്ചു, പക്ഷേ നിങ്ങൾക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരുവനെ ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പടക് നിറച്ച ഒരുവനെ ഞാൻ പരിചയപ്പെടുത്താം. നാളെ അതുവരെ കണ്ടിട്ടില്ലാത്തൊരു വമ്പൻ മീൻപിടുത്തം എൻ്റെ വലയിൽ വന്നെങ്കിൽ എനിക്കൊരു കാര്യം അറിയാം, അവൻ സകലരുടെ വലയെ നിറയ്ക്കാൻ മതിയായവനാണ്. പത്രോസ് എന്ന എൻ്റെ വല നിറയ്ക്കാൻ കഴിയുമെങ്കിൽ KS സാമുവിൻ്റെ വല നിറയ്ക്കാൻ അവന് കഴിയും. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയമുള്ളവരും ഇന്ന് രാവിലെ മനസ്സോട് ദൈവത്തോട് പറ, എൻ്റെ ശൂന്യത മാറ്റാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ വീട്ടിൽ ഒന്നുമില്ല, ഞാൻ ആകെ ഭാരത്തിലാണ്, എന്നാൽ നിറയ്ക്കാൻ കഴിയുന്ന നിന്റെ നിറവ് എൻ്റെ മേലൊന്ന് വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇന്ന് രാവിലെ വചന വെളിപ്പാടിന്റെ മുമ്പിൽ വെറുതെ ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിന്ന മാറണമെങ്കിൽ, വീടിനകത്തെ ശൂന്യത മാറണമെങ്കിൽ, മറ്റുള്ളവർ നോക്കി ചിരിക്കുന്നെങ്കിൽ, എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്നെങ്കിൽ, പത്രോസ് ഇന്ന് രാവിലെ നമ്മൾ തൊട്ട് പറയുകയാണ്, അവനിൽ ആശ്രയിക്കുന്നവരെ അവന്റെ ദയ കൊണ്ട് ചുറ്റിക്കൊള്ളും. പത്രോസ് പറഞ്ഞിട്ട്, എൻ്റെ അമ്മായിമ്മയുടെ പനി മാറുന്നത് ഞാൻ കണ്ടതാണ്. എൻ്റെ വലയിൽ ഒന്നുമില്ലായിരുന്നു, പക്ഷെ എൻ്റെ വല നിറയുന്നത് ഞാൻ കണ്ടതാണ്. സന്തോഷമുള്ള എത്ര പേരുണ്ട് തൻ്റെ അനുഭവത്തിൻ്റെ ഏടിൽ നിന്നും ആത്മാവിൽ വിളിച്ചു പറയുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങൾ ഇന്ന് പകൽ ബേഥേൽ ഏജ് ചർച്ചിന് അതുപോലെ അന്വർത്ഥമാകട്ടെ. നമുക്കത് ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഏറ്റെടുക്കുന്ന ചലനങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ. നിന്റെ നിരാശ ഒരൊറ്റ രാത്രിയെ നിൽക്കുള്ളൂ. രാവിലെ നിന്റെ വടക് നിറയ്ക്കാൻ ഒരുവൻ ഇറങ്ങുന്നുണ്ട്. ചെറിയ ഒരു സമയത്തേക്കേ ഉള്ളൂ, ഒരു ബ്രാക്കറ്റ് പീരീഡിലേക്കേ ഉള്ളൂ ഈ പരീക്ഷണങ്ങൾ, ഈ പരീക്ഷകൾ, ഈ വേദനകൾ. ആത്മാവിൽ നിൽക്കുന്നിടത്തോളം കാലം തല കുനിയില്ല. വിശ്വസിക്കുന്നവർക്കാണ് ഞാനൊരു സ്തോത്രം ചെയ്യും. പത്രോസിന്റെ തല ഇപ്പോൾ നോക്കി, രാത്രി മുറിക്ക് അധ്വാനിച്ച് ഒന്നും കിട്ടാതെ നിന്നപ്പോൾ അവൻ്റെ തല ആകെ പട കുനിഞ്ഞ് നാണക്കേടോടിരിക്കുന്നു. ഇപ്പോഴോ അവൻ്റെ തല നിവർന്നിട്ട് മറ്റുള്ള പടകാരെ വിളിക്കുള്ളൂ, വാടാ നിനക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ, വന്നോ, എൻ്റെ വലയിലുണ്ട്, എൻ്റെ പടകിലുണ്ട്, വന്നോളൂ. വിളിക്കുന്ന പത്രോസ്. ആ പത്രോസ് നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ സകല ചിന്താകുലവും ഇടാൻ തയ്യാറായാൽ നിന്റെ അവസ്ഥ മാറ്റാൻ ദൈവം തയ്യാറാണ്. അവനിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ അത്ഭുതം ചെയ്യാൻ അവൻ തയ്യാറാണ്. അതുകൊണ്ടാണ് പത്രോസ് ഇന്ന് രാവിലെ നമ്മെ വിളിച്ചു പറയുന്നത്. എന്നാണ് പറയുന്നത്? മടുക്കണ്ട, നിന്റെ എല്ലാ കാര്യങ്ങളും മാറ്റിത്തരാൻ തയ്യാറാണ്. മാത്രമല്ല, പത്രോസിലേക്ക് കണ്ടതാണ്, കരം കൊടുക്കാൻ പോലും പൈസയില്ല. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ പഠിച്ചാൽ അവിടെ നമ്മൾ കാണുന്നു, നികുതി കൊടുക്കാൻ പൈസയില്ല. പക്ഷേ പത്രോസിനോട് പറഞ്ഞു, നീ പോയി മീൻ പിടിക്കുക, ആദ്യത്തെ മീനെ എടുത്തോളൂ, അതിനെ നീ പാകപ്പെടുത്തിക്കോളൂ, അതിനകത്ത് എന്തുണ്ട്? ചതുരദ്രഹ്മ പണമുണ്ട്. ഹലോ, എനിക്കും നിനക്കും വേണ്ടി നീ കരം കൊടുത്തോളൂ എന്ന് വേദനിക്കുന്നവരോട് പത്രോസ് പറയുകയാണ്, നിനക്ക് വേണ്ടി ഗലീല കടലിനകത്തുകൂടെ പോകുന്ന മീൻ്റെ വയറ്റിനകത്ത് കാര്യം ക്രമീകരിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ ഏറ്റെട്. നാളെ എന്ത് ചെയ്യും? നാളെ എവിടുന്നാണ്? എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, കരം കൊടുക്കാൻ പോലും ഇല്ലല്ലോ. ദാ ഒരുവൻ പറയുന്നു, കടലിനകത്തുകൂടെ പോകുന്ന മീൻ്റെ വയറ്റിൽ ഞാനത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നീ ഭയപ്പെടേണ്ട. കരുതാൻ, ആശ്രയിക്കാൻ, അവനിലൊന്ന് ചാരാൻ, അവനോടൊന്ന് അപേക്ഷിക്കാൻ തയ്യാറാണോ? ആത്മീകരെ, ആത്മാവിൽ ഈ ദൂത് ഏറ്റെടുത്തോളൂ. പ്രൈസ് ദി ലോർഡ്. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരുവനുണ്ടെന്ന് അനുഭവിച്ച പത്രോസ് ഇന്ന് രാവിലെ നമ്മോട് വിളിച്ചു പറയുകയാണ്. പത്രോസ് ഇതൊക്കെ അനുഭവിച്ച ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, പത്രോസ് പറയും, ഞാൻ ചുമ്മാ നടന്നവനെ, കരയ്ക്ക് പോലും നടക്കാൻ എനിക്ക് ശരിക്കറിയില്ല, പക്ഷേ ഞാൻ വെള്ളത്തിൻ്റെ മീതെ നടന്നു. കരയ്ക്ക് പോലും എല്ലാവരും നടക്കാൻ എനിക്ക് അറിയില്ല, പക്ഷെ വെള്ളത്തിൻ്റെ പരപ്പിൽ കൂടെ ഞാൻ ഒരിക്കൽ നടന്നു. അത് കഴിയണമെങ്കിൽ ഇവിടുത്തെ ഒരുത്തനെ കൊണ്ടും പറ്റില്ല. അത് കഴിയുന്ന ഒരുവനെ എനിക്കറിയാം. അവൻ്റെ പേരാണ് യേശു. അവൻ്റെ മുൻപിൽ നിന്റെ ഭാരമൊന്ന് ഇറക്കി വെച്ചോളൂ. അവൻ നിന്നെ പുലർത്താൻ മതിയായ ദൈവമാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ഒരു 5-6 സ്തോത്രം പറഞ്ഞാട്ട്, ഞാനും ഇതുപോലെ ഒത്തിരി വേദന കൂടെ പോയിട്ടുണ്ട്, ഒത്തിരി പ്രതിസന്ധി കൂടെ പോയിട്ടുണ്ട്. എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത് ഇവിടുത്തെ ഏതെങ്കിലും പ്രഗത്ഭന്മാരോ ഏതെങ്കിലും മിടുക്കന്മാരോ അല്ല. എൻ്റെ ദൈവം എൻ്റെ കുറവ് തീർക്കുന്ന, എൻ്റെ പരിധികളെ മാറ്റുന്ന, എൻ്റെ പരിമിതികളെ നീക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ കഴിയുന്നവർ കരമൊന്ന് അടിച്ച് ഇന്ന് രാവിലെ ഏറ്റെടുക്ക്. അമ്മായിയമ്മയുടെ പനി മാറ്റി, ഹല്ലേലൂയ, ശൂന്യമായ പടക് നിറച്ച്. ഓ ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം, 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 മഹത്വം അനുഭവിച്ചറിഞ്ഞ പത്രോസ് ഇന്ന് രാവിലെ ബേഥേൽ ഏജിലുള്ള എന്നോട് നിങ്ങളോട് പറയുന്നു, ഞാൻ അനുഭവിച്ചവൻ നിങ്ങളെയും നിങ്ങളുടെ പ്രശ്നങ്ങളെയും മാറ്റാൻ മതിയായ ദൈവമാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് ഒന്നുകൂടെ പറയും, ഞാൻ ഒരിക്കൽ തടവറയിലായിപ്പോയി. 1-ാം കാവിലും 2-ാം കാവിലും 3-ാം അകത്തെ തടവിൽ, അതും 2 പട്ടാളക്കാരോട് ചേർത്ത് ബന്ധിച്ച്. നിങ്ങളുണ്ടോ ഇവിടെ? അതിന് പുറത്ത് 10-16 പട്ടാളക്കാർ, അതിന് പുറത്ത് വമ്പൻ മതിൽ. ഇതൊക്കെ ഉണ്ടെങ്കിലും, എത്ര ബന്ധനത്തിലാണെങ്കിലും,
എത്ര അകത്തളത്തിൽ എന്നെ പൂട്ടിയാലും, ഏതെല്ലാം വമ്പൻ ശക്തി എന്നെ പൂട്ടിയാലും, ഏത് വമ്പൻ ശക്തി എന്നെ അകത്ത് ബന്ധിച്ചാലും, ഇന്ന് രാവിലെ പത്രോസ് നമ്മോട് വിളിച്ചു പറയുന്നു, ബന്ധനം അറുത്തു മാറ്റാൻ ഇറങ്ങുന്ന ഒരു ദൂതനുണ്ട്. ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? നമ്മുടെ ചിന്താകുലം, നമ്മുടെ ഭാരം, നമ്മളെ അലട്ടുന്ന വേദന, നമ്മുടെ ഭവനത്തിന്റെ സ്ഥിതി, നമ്മുടെ തലമുറകളുടെ അവസ്ഥകൾ എന്തുമാകട്ടെ, അതിനെല്ലാം മാറ്റം വരുത്താൻ കഴിയുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് നാസറേൻ എന്നുള്ള യേശുവിന്റെ നാമമാണ്. അതിന്റെ പിന്നാമ്പുറത്ത് പ്രധാനമായി ദൈവജനം അറിയണം, പ്രാർത്ഥിക്കുന്ന ഒരു സഭ. ആമേൻ. പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? പ്രാർത്ഥന ഉള്ളപ്പോൾ വരാനേ തയ്യാറല്ല, പിന്നല്ലേ പ്രാർത്ഥിക്കാൻ തയ്യാറും. ക്ഷമിക്കണം ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ പറയുന്നതിൽ. അവസരമുള്ളപ്പോൾ പ്രാർത്ഥിക്കാൻ വരണം. പ്രാർത്ഥിച്ചാൽ ചിലത് സംഭവിക്കാൻ പോവാ. നിനക്കെതിരെ കെട്ടിയിരിക്കുന്ന സകല കെട്ടും പൊട്ടിക്കാൻ പോവാ. ബന്ധിച്ചിരിക്കുന്ന സകല ബന്ധനവും അഴിയാൻ പോകുകയാണ്. ആര് ബന്ധിച്ചോ അവൻ ബന്ധിക്കപ്പെടാൻ പോകുകയാണ്. നീ സ്വതന്ത്രനാകാൻ പോകുകയാണ്. ഇന്ന് പകൽ ദൂത് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചോളൂ. എന്റെ ബന്ധനം മാറ്റുന്ന, എന്റെ കെട്ടുകൾ മാറ്റുന്ന, എന്നെ എവിടൊക്കെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം എന്നെ സ്വതന്ത്രനാക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവന്റെ കാരാഗ്രഹത്തിനകത്ത് വെളിച്ചം വന്ന് ദാ ചങ്ങല പോയി. ആ ചങ്ങലയെ പൂട്ടിയിട്ടിരുന്ന മറ്റു പട്ടാളക്കാർ പോലും അറിഞ്ഞില്ല. ചെവിക്ക് ചെവി അറിയാതെ രക്ഷിക്കാൻ പോവാ. ചെവിക്ക് ചെവി അറിയാതെ നിന്നെ മാറ്റിയെടുക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, പ്രാർത്ഥിക്കുന്ന സഭയെ, ദേശത്തൊരു പറ്റം ജനത്തെ ചെവിക്ക് ചെവി അറിയാതെ ബന്ധനം പൊട്ടിച്ച് ദൈവം കൊണ്ടുവരുന്ന മകനീയമായ കാഴ്ച ബേഥേൽ അംഗങ്ങളായി ഞാനും നിങ്ങൾ കാണണമോ? സഭ പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. നിങ്ങളെ പത്രോസിന്റെ വേദന ഒന്ന് കാണണം. നമുക്കൊരു നല്ല പേഴ്സണേജ് ദൈവം തന്നു. വേദന ഒത്തിരി ഉണ്ടായിരുന്നു, വെല്ലുവിളി ഒത്തിരി ഉണ്ടായിരുന്നു, പോരാട്ടം ഭയങ്കരമായിരുന്നു. ഇത് നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇതിനകത്തല്ല ഇത് ഉയരരുതെന്ന് ചിന്തിച്ച ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു. പിശാച് അവൻ്റെ സകല പദ്ധതികളും പണിതു. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞോന്ന് എനിക്കറിയില്ല. അമേരിക്കയിൽ ചെന്ന ദിവസം തന്നെ തിരിച്ചു പോരാൻ ഞാൻ ശ്രമിച്ചതാണ്, തയ്യാറായതാണ്. അതിൻ്റെ 2-3 ദിവസം വന്നപ്പോഴത്തേക്ക് എൻ്റെ ഈ കാലിൻ്റെ ഈ മുട്ടിന് താഴെ മുഴുവൻ വ്രണങ്ങൾ മീൻസ് ചുമന്ന് ആകെപ്പാടെ പ്രശ്നമായി. അവിടെ കണ്ട് നിൽക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു കാര്യം പിടികിട്ടി, പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിച്ച ഒരുവൻ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ അവിടെ നിൽക്കരുത്, ഒരു ദിവസം പോലും എന്നെ നിർത്തരുത് എന്നവൻ പൊരുതി. ഒത്തിരി അവൻ വിജയിച്ചു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പരാജയപ്പെടാത്ത ഒരു ദൈവം എനിക്കുള്ളത് കൊണ്ട് എന്നെ കരം പിടിച്ച് 4 മാസം അവിടെ നടത്തി. സന്തോഷമുള്ളവർക്കായി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ എന്തിനാണെന്നറിയാമോ? സഭ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. ഇറങ്ങിയതിൻ്റെ പിറ്റേന്നോ കയറിപ്പോരേണ്ടതാണ്. അവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷേങ്കിൽ ദൈവം എന്നെ അവിടെ നിർത്തി. ഇന്ന് രാവിലെ വിളിച്ചു പറയാം, എന്ന് ഇതിന് ആരംഭിച്ചോ അന്ന് മുതൽ പോരാട്ടം കൂടുതലാണ്. എല്ലാവരോടും പോരാട്ടം കൂടുതലാണ്. പക്ഷേ നമ്മുടെ കോണ്ടാക്ട് പറഞ്ഞ പോലെ രക്തച്ചൊരിച്ചിലില്ലാതെ, രക്തമെന്ന് പറയുന്നത് കാണാതെ, മറ്റിതര അപകടങ്ങളൊന്നും ഉണ്ടാകാതെ ഒക്കെ ദൈവം നമ്മളെ കാത്തു. ഞാൻ നിങ്ങളുടെ എല്ലാ ഞായറാഴ്ചയും പറയുമായിരുന്നു, വന്നിട്ടുള്ളവർ അതിലെ കൂടെ കയറുന്നു പ്രാർത്ഥിച്ചിട്ടൊക്കെ പോണത്. പ്രാർത്ഥിച്ചവർ 1, 2, 3, 4 അതിനപ്പുറം ഇല്ല. പ്രാർത്ഥിക്കാൻ പോലും അവിടെ ആളെ വിടില്ലായിരുന്നു. പക്ഷേ സമയബന്ധിതമായ എൻ്റെ ചുറ്റും നടന്ന് പ്രാർത്ഥിക്കാൻ അവസരം ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്. അന്നെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. കർത്താവേ, മുഖം കുനിയല്ലേ, തല കുനിയാൻ നീ അനുവദിക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. ഇത് രാവിലെ വിജയത്തിൻ്റെ പ്രഖ്യാപനം അല്ല ഞാൻ പറയുന്നത്, എന്നാൽ വീണ്ടും അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. ഇവിടെ ഒത്തിരി പദ്ധതികൾ ദൈവത്തിനുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ കൂടെ അല്ലായിരിക്കാം, വേറെ ആരെങ്കിലും കൂടെ ആയിരിക്കാം, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒത്തിരി പദ്ധതികൾ ദൈവത്തിന് ഇവിടെയുണ്ട്. എന്നാലും അടുത്ത നമ്മുടെ ഏറ്റവും പ്രധാന പദ്ധതി, ഈ ആലയം നിറച്ചാൾ വേണം. ഈ ആലയം നിറച്ചാൾ വേണം. അതിന് നമ്മൾ ഒരുമിച്ച് കൈ കോർത്താൽ നിശ്ചയമായും ദൈവം ചെയ്യും. ഇതിനകത്തൊരു വിള്ളൽ വരരുത്. അത് വാക്കിലോ നാക്കിലോ ഒന്നും ഒരു വിള്ളൽ വരരുത്.
നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ ഏതെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ പിശാച് വിടില്ല. അവൻ എന്തെങ്കിലുമൊക്കെ അഭ്യാസങ്ങൾ ചെയ്യും. നമ്മൾ അതിന് വശംവദരാകരുത്. ഞാൻ അതിന് വശംവദരാകരുത്. എൻ്റെ നാവ്, എൻ്റെ കണ്ണ്, എൻ്റെ ചെവി സൂക്ഷിക്കുമെന്ന് ആത്മികൻ തിരിച്ചറിഞ്ഞാൽ പത്രോസ് ശ്ലീഹ പറയുന്നു, ആശ്രയിക്കുന്നവനെ തൻ്റെ ദയ കൊണ്ട് ചുറ്റിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. ഒരു ചിന്തയും ഒരു വിള്ളലും നമ്മുടെ മേൽ വരരുത് എന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. പത്രോസ് ശ്ലീഹ ഇന്ന് രാവിലെ നമ്മോട് പറയുന്ന ദൂതും അത് തന്നെയാണ്. എന്താണ് പത്രോസ് പറഞ്ഞത്? അതുകൊണ്ട് അവൻ തക്ക സമയത്ത് റൈറ്റ്. അടുത്തത് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. ഉയരല് തല അവൻ്റെ മേൽ നിവർത്തരുത്. അതുകൊണ്ട് വളരെ ആത്മികൻ സൂക്ഷിക്കണം. അവൻ്റെ കീഴിൽ താണ്. അവൻ ഇഷ്ടമുള്ളതേ ആത്മികൻ ചെയ്യാവൂ. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോ? കർത്താവിന് ഇഷ്ടമുള്ളതേ ആത്മികൻ ചെയ്യാവൂ, പറയാവൂ, പ്രവർത്തിക്കാവൂ. അതിനപ്പുറത്ത് പോയാൽ ബലമുള്ള കൈയുണ്ടവൻ്റെ. അവൻ അനുകൂലമായും അല്ലാതെയും കൈ ഉപയോഗിക്കാൻ കഴിയുന്നവനാണ്. ഞാനും നിങ്ങളും ഒന്നും അജയ്യരല്ല, മനുഷ്യരാണ്. അതുകൊണ്ട് കീഴ്പ്പെടാനും വിനയപ്പെടാനും താഴാനും സമർപ്പിക്കാനും ആത്മികർ ദിവസവും തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, തടവറയിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവം. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. എൻ്റെ അമ്മായിമ്മ വിറയ്ക്കുന്നത് ഞാൻ കണ്ടതാ, പക്ഷെ വിടുതൽ ഞാൻ കണ്ടു. എൻ്റെ വല ഒന്നുമില്ലാതെ ശൂന്യമായി ഞാൻ കണ്ടതാണ്, പക്ഷെ അത് നിറയുന്നത് ഞാൻ കണ്ടു. നികുതി കൊടുക്കാൻ പോലും പൈസയില്ലാതെ ഭാരപ്പെട്ടത് ഞാൻ അനുഭവിച്ചതാണ്. പക്ഷേ ഗലീലക്കടലിൽ ആഴത്തിൽ കിടക്കുന്ന മീൻ്റെ വയറ്റിൽ അത് ചെയ്ത് അത് ചൂണ്ടയിൽ കൊരുത്ത് അത് തന്നിട്ട് അത് കൊടുക്കാൻ പറഞ്ഞ ഒരുവനെ എനിക്കറിയാം. കരങ്ങൾ ഉയർത്ത ദൈവത്തെ സ്തുതിച്ചോളൂ. അതുകൊണ്ട് കൊടുത്തോളൂ, എനിക്ക് നിനക്കും വേണ്ടി ഫീസ് അടച്ചോളൂ എന്ന് പറഞ്ഞ ഒരുവനെ എനിക്കറിയാം. ഹല്ലേലൂയ. പോരാ, വെള്ളത്തിൻ്റെ മീതെ നടത്തിയ ഒരുവനെ എനിക്കറിയാം. സന്തോഷമുള്ള എത്ര പേര് ഇന്ന് രാവിലെ വന്നിരിപ്പുണ്ട്? പത്രോസ് ശ്ലീഹ പറയുകയാണ്, എന്നെ തടവറയിൽ നിന്ന് വിടുവിച്ച ഒരുവനെ. ഹലോ, ഇനിയും പത്രോസിന് ഒരുപാട് കാര്യം പറയാനുണ്ട്. ഞാൻ ഒരിക്കലൊരു മഹാപുരോഹിതന്റെ കാത് അറുത്തതാണ്. ആ ചെവി തറ വീണപ്പോൾ തന്നെ ഓടി വന്ന് അതെടുത്തിട്ട് അവിടേക്ക് വെച്ച് ഫിറ്റ് ചെയ്ത്. നമ്മളെ കൊണ്ട് കാണാൻ പറ്റുമോ? അതുപോലെ അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കുഴപ്പമില്ല ഓക്കെ എന്ന് പറഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ കേസ് കൊടുക്കാനോ അവനെ അറസ്റ്റ് ചെയ്യാനോ കഴിയില്ല. കാരണം ചെവി അവിടെ തന്നെ ഉണ്ട്. നമുക്കെതിരെ എന്തെല്ലാം കെണികൾ ഒരുക്കിയാലും ആ കെണി മുഴുവൻ മാറ്റി നമ്മെ നിർത്തുന്നൊരു ദൈവം. സന്തോഷമുള്ളവർ ആദരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചോളൂ. ഏത് കെണികൾ വന്നാലും കെണി പൊട്ടിച്ച് തൻ്റെ ജനത്തെ വിടുവിക്കുന്ന ഒരു ദൈവം. കെണി വെക്കുന്നവൻ ആരുമാകട്ടെ, ആരുടെ കയ്യിലും കെണിയാകട്ടെ, പക്ഷെ ആത്മീകനോട് ദൈവം പറയുന്ന തോത്, ആ കെണിക്കൊന്നും നിന്നെ ഒതുക്കാൻ പറ്റില്ല. വിടുവിക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസ് ശ്ലീഹ നമ്മോട് പറയുന്നു, ചുറ്റുപാടുകൾ എന്തായാലും ധൈര്യം കൈവിടരുത്. ദൈവം പ്രവർത്തിക്കുന്ന 3 മേഖലകളിലൂടെ പറഞ്ഞ് ഞാൻ പറയാം. യെശയ്യാ പ്രവചനം 41:10 ഇങ്ങനെയാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ കൈക്കീഴ് താഴ്ന്നിരിക്കാൻ. നീതിയുള്ള കയ്യ, അത് നീതിക്ക് വേണ്ടി എപ്പോഴും നിൽക്കും. അത് ന്യായമുള്ള കയ്യാണ്, ന്യായത്തിന് വേണ്ടി എപ്പോഴും നിൽക്കും. അത് സത്യമുള്ള കയ്യാണ്, സത്യത്തിന് വേണ്ടി എപ്പോഴും നിൽക്കും. ഭാരപ്പെടല്ലേ. ബലമുള്ള കൈക്കീഴ് താണിരിക്കാൻ പറയുമ്പോൾ യെശയ്യാ പ്രവാചകൻ, വലിയ പ്രവാചകന്മാരിൽ വലിയവനായ യെശയ്യാ പറയാണ്, ഭയപ്പെടേണ്ട, ഭ്രമിക്കണ്ട, നീ പതറണ്ട, നിനക്ക് വേണ്ടി ഒരു കരമുണ്ട്. ആ കരം ഏതാണ്? നിന്നെ ശക്തീകരിക്കുന്ന കരമാണ്. മറ്റൊന്നുകൂടെ ഞാൻ പറഞ്ഞു നിർത്തട്ടെ, പ്രതികൂലങ്ങൾ നമ്മെ നിലനിർത്തുന്ന കരം. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ 1:15 1:5 പോകാമെങ്കിൽ പറയും, നമ്മളെ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഉണ്ടോ? ഒന്ന് വായിക്കാമോ? എന്ത് ആൾക്കാർ ഉറങ്ങി? എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലാണ്. ദൈവത്തിൻ്റെ
ഒന്ന് രജല്യ വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുകയാണ് ഔദാര്യമായി. ജ്ഞാനം കുറവാണോ? ധനം കുറവാണോ? ആരോഗ്യം കുറവാണോ? ഭംഗി കുറവാണോ? നിനക്ക് എന്തെല്ലാം കുറവുണ്ടെങ്കിലും അത് മുഴുവൻ ഔദാര്യമായി തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ കീഴിൽ അടുത്ത് ചെന്നാൽ നിന്റെ സകല വൈകല്യങ്ങളും മാറ്റാൻ അവൻ മതിയായ ദൈവമാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, സകലത്തിലും മതിയായ ദൈവം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, അടുത്തിരിക്കുന്നവന് കൈ കൊടുത്ത് പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഇന്ന് രാവിലെ വന്ന ജനത്തോട് ആത്മാനിറവിൽ ഞാൻ വിളിച്ചു പറയുന്നു, അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പീൻ. സ്ഥിതികൾ മാറട്ടെ, സാഹചര്യങ്ങൾ മാറട്ടെ, സംഭവങ്ങൾ മാറട്ടെ, സകലത്തിലും മാറ്റം വരട്ടെ. സകല മാറ്റവും സംഭവിക്കുന്നത് നാസറേനായ യേശുവിൽ കൂടെയാണ്. 3.5 വർഷം കൂടെ നടന്ന് കണ്ട് കേട്ട് ഒന്നാമത് നിന്നവൻ വിളിച്ചു പറയുന്നു, അവൻ മോശക്കാരനല്ല. അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നീ താണാൽ നീ മാനിക്കപ്പെടും. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഏറ്റെടുത്തോളൂ. ഇന്നത്തെ ദൂത് നാം ഏറ്റെടുക്കുമെങ്കിൽ പത്രോസ്ലീഹ പറയുന്നു, ഞാൻ അനുഭവിച്ചതാണ്, എനിക്ക് കിട്ടിയതാണ്, ഞാൻ പ്രാപിച്ചതാണ്, ഞാൻ ദൈവത്തിൽ നിന്ന് ഏറ്റെടുത്തതാണ്, എനിക്കതറിയാം. അവൻ നമ്മെ ഉയർത്താൻ മതിയായ ദൈവമാണ്. അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കാൻ തയ്യാറാകാം. ഒരു നിമിഷം കണ്ണ് നടച്ചാട്ടെ. ഇന്ന് രാവിലെ വചനം കേട്ടാൽ മാത്രം പോരാ എന്ന് ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയുന്നു. അത് അകത്തളത്തിൽ ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡിലൊന്ന് ഫീഡ് ചെയ്ത്, കർത്താവേ അവിടുത്തെ ബലമുള്ള കരത്തിൽ ഞാൻ എന്നെ താഴ്ത്തുന്നു, എന്നെ സമർപ്പിക്കുന്നു, എന്നോട് ദയ തോന്നണമേ എന്ന് ഒന്ന് ദൈവത്തോട് പറയാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം, ആമേൻ ആമേൻ, സന്തോഷത്തോടെ കേട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ചില വിടുതലുകൾ ഇപ്പോൾ തന്നെ നടക്കുന്നു. ചില ദൈവിക വിടുതലുകൾ ഇപ്പോൾ തന്നെ നടക്കുന്നു. വിശ്വസിക്കാൻ എത്ര പേർക്ക് വരുന്നുണ്ട്? ചില ദൈവിക വിടുതലുകൾ, ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക കരുതലുകൾ, ദൈവത്തിൻ്റെ ചില സ്പർശനങ്ങൾ, ചില ദൈവത്തിൻ്റെ സംരക്ഷണ വലയം. ഹല്ലേലൂയ. ശൂന്യമായ ചില കരങ്ങളെ കർത്താവ് നിറയ്ക്കാൻ പോകുന്നുവെന്ന് എന്ന് പകൽ ദൈവാത്മാവ് പറയുന്നത് ഏറ്റെടുക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? നിന്റെ കൈ ശൂന്യമാണ്, ഒന്നുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ശൂന്യത മാറ്റുന്ന ഒരുവനുണ്ട്, അവൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കാൻ നമുക്ക് തയ്യാറാകാം. വചനത്തിന് മുമ്പാകെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ആ വചനം നമ്മിൽ വ്യക്തിപരമായി, കുടുംബമായി, സഭയായി, സമൂഹമായി യാഥാർത്ഥ്യമാകുവാൻ ദൈവം സംഗതിയാക്കുന്നു. പിതാവേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ശക്തിയാണ്. അവിടുത്തെ വചനത്തിൻ്റെ വെളിപ്പാട് ഞങ്ങൾക്ക് ബലമാണ്. അവിടുത്തെ വചനത്തിൽ കൂടെയുള്ള അരുളപ്പാട് ഞങ്ങളുടെ അനുഗ്രഹമാണ്. അനുഭവിച്ച ദൈവത്തിൻ്റെ ഭൃത്യന്മാർ അങ്ങിൽ നിന്ന് പ്രാപിച്ചത് ആത്മാവിൻ്റെ നിയോഗത്തോടെ ഞങ്ങൾക്ക് തരുമ്പോൾ ഏറ്റെടുക്കാനുള്ള കൃപ തരണമേ. ഇന്ന് രാവിലെ ഞങ്ങളുടെ സകല ശൂന്യതകളും മാറട്ടെ, ഞങ്ങളുടെ സകല ബലഹീനതകളും മാറട്ടെ, ഞങ്ങളുടെ സകല ഭയങ്ങളും മാറട്ടെ. ഞങ്ങൾ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നു. ഉയർത്തണമേ, ഞങ്ങളുടെ തല നിവർത്തണമേ, ഞങ്ങളുടെ ശത്രു കാണത്തക്കവണ്ണം ഞങ്ങളെ ഒന്ന് ഉയർത്തി മാനിക്കണമേ. വചനത്തിന് മുമ്പാകെ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു, ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. മഹത്വം അവിടുത്തേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു തകർപ്പൻ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. തുടർ സാക്ഷ്യത്തിനുള്ള സമയം ഞാൻ പെട്ടെന്ന് തരികയാണ്. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും അത്യാവശ്യ സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടത് പറയാനുണ്ടെങ്കിൽ ഒക്കെ ഉള്ള അവസരമാണ്. പടപടാന്ന് പറയണം. സഹോദരിമാരുടെ ഭാഗത്ത് മൈക്ക് കൊടുക്കൂ. സരസമ്മാമയുടെ മകൾ ഒരു ഫാൻ അവിടെ വാങ്ങിച്ചത് ഞാൻ പറഞ്ഞല്ലോ. അമ്മാമ്മ മക്കളോട് പറഞ്ഞു, ഇക്കാര്യത്തിൽ വളരെ ഉത്സാഹിച്ചു, പ്രാർത്ഥിച്ചു. താങ്ക് യു. 15,000 രൂപ എങ്ങനെങ്കിലും തരണമെന്ന് വിചാരിച്ച് വളരെ അധ്വാനിച്ചു. പക്ഷെ 15,000 രൂപ 500 രൂപ വെച്ച് എന്നെ ഏൽപ്പിച്ച് 15,000 രൂപ തന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു അമ്മ സാക്ഷ്യം പറയാൻ പോയില്ലേ? ഓക്കെ. ഞാൻ ഈ മാസത്തിൽ ഒരുപാട് ഭാരപ്പെട്ടു.
പാടെനിക്ക് അനുഭവിക്കേണ്ട ഗതികേട് വന്നു. ഞാൻ ദിവസം നിന്ന് കരഞ്ഞു. വാർഡിലെ മെമ്പർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ കരമടയ്ക്കണം, വീടിൻ്റെ കരമടയ്ക്കണം, ചോത്ര സ്കൂളിൽ അടയ്ക്കുന്നുണ്ട്, കൊണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു. വാർഡിലെ മെമ്പറിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ പൈസ ഇല്ല, ഞാൻ അടുത്ത വർഷം അടച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ വാർഡിലെ മെമ്പറിനോട് പറഞ്ഞു, മോനെ ഞാൻ പൈസ അടയ്ക്കാൻ, അമ്മയുടെ കാരം ഞാൻ അടയ്ക്കാമെന്ന് പറഞ്ഞു. അവർ കൊണ്ട് അടച്ചു. അതിൻ്റെ രഹസ്യം പറഞ്ഞ കയ്യിലിരിപ്പുള്ള ഞാനത് പിന്നെ പോയി മേടിച്ചോളാം. സംസാരിച്ച ദൂത് രണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കാലം അടയ്ക്കുന്ന കാര്യവും ആ വിളിച്ച് കർത്താവിനുള്ള മകനെ കൊണ്ട് സംസാരിപ്പിച്ച് എനിക്കുള്ള ദൂതായിരുന്നു. ഞാൻ ആ ദൂത് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച ആള് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പിള്ളേരോട് പറഞ്ഞാൽ അവരെ അടയ്ക്കും, പക്ഷെ ഞാൻ പറയത്തില്ല. ഞാൻ എൻ്റെ കർത്താവിനെ സേവിച്ച് മാനിച്ച് ജീവിക്കുന്നു. എൻ്റെ വേദനകളും കഥകളും എല്ലാം ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ ഉള്ളതും ഇല്ലായ്മ ദൈവത്തിന്റെ മാർഗത്തിലേക്ക് ദൈവം എന്നെ നടത്തും. ഞാൻ ഒരു മക്കളിലും ആശ്രയിക്കത്തില്ല, ഒരുത്തരോടും ആശ്രയിക്കത്തില്ല, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാക്ഷിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുറേ ദിവസങ്ങളായി ശാരീരികമായ ഒത്തിരി ബുദ്ധിമുട്ടാൻ ഞാൻ ഭാരപ്പെട്ടു. ശാരീരികമായിട്ടൊരു വയ്യാഴിയൊക്കെ വന്നു കഴിഞ്ഞ് കഷത്തിലൊരു മുഴ പോണക്ക് ഞങ്ങളത് കണ്ടു. അത് ഇച്ചിരി ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഒരു സാമാന്യം വലിപ്പമുള്ളതായിരുന്നു. ഞങ്ങൾ ആ വിഷയത്തിന്മേൽ ഭാരപ്പെട്ടു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് ഇന്ന് സ്കാൻ ചെയ്തിട്ട് എക്സ്റേ എടുത്തിട്ടും അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. നല്ലൊരു മഴയായിരുന്നു. ഞാൻ ഒത്തിരി അതിനെ ഭാരപ്പെട്ടു. ഞാൻ പ്രാർത്ഥിച്ചു. പല സമയങ്ങളിലും എനിക്ക് തന്നെ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഇത് ഓർത്തിട്ട്. കാരണം ഒത്തിരി പ്രതികൂലങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ച് മാറുമ്പോൾ അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ദൈവം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു തന്നത്. കാരണം അനർത്ഥം വ്യസനത്തിന് കാരണമാകാതെ ഈ പ്രശ്നങ്ങളൊക്കെയും നല്ലതിനാണെന്ന് എൻ്റെ ജീവിതത്തിൽ അറിയാൻ എൻ്റെ കർത്താവായിട്ട് കൂടുതലായിട്ടൊന്ന് അടുക്കുവാനും എൻ്റെ ദൈവം കൃപ തന്നു. ഒരു ദിവസം സന്ധ്യയായപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ സാധാരണ ഇരിക്കുമ്പോൾ ഞാൻ കുറേ സമയം മുഴങ്കാലിൽ നിന്ന് അന്യഭാഷ ആരാധിക്കും. ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ഈ പ്രശ്നം കണ്ടപ്പോൾ ഇത് വേറെ എന്തൊക്കെയാണെന്ന് എൻ്റെ മനസ്സിലോട്ടൊരു ഭയം വന്നിട്ട് ഞാൻ അങ്ങ് തളർന്ന പോണൊക്കെ പായയിലോട്ട് അങ്ങ് വീണു. ഞാൻ കർത്താവെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഒത്തിരി എൻ്റെ തലയ്ക്കകത്തോട്ട് ഒത്തിരി ചിന്തകൾ അങ്ങ് ഇട്ടു. ഞാൻ പെട്ടെന്ന് എനിക്കൊരു പ്രാർത്ഥനാ സഹായം വേണം. ആരും അതിന് ഒറ്റയ്ക്കേ ഉള്ളൂ വീടിൻ്റെ അകത്ത്. ഞാൻ പെട്ടെന്ന് എനിക്ക് അന്നേരം പ്രാർത്ഥിക്കാൻ സുജയ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല. പിന്നീട് പ്രാർത്ഥിക്കാൻ അപ്പം എൻ്റെ കൂടെ ഒരാൾ ഇരിക്കണം. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് മിനിസിസ്റ്ററെ വിളിച്ചിട്ട് ചോദിച്ചു, എൻ്റെ കൂടെ ഇച്ചിരി നേരം ഒന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കാവോ? എനിക്ക് പെട്ടെന്നൊരു മനസ്സിനൊരു പ്രശ്നം പോകണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി എൻ്റെ കൂടെ ഇരുന്നു. എനിക്കറിയത്തില്ല എത്ര സമയം അന്യഭാഷ ഞങ്ങൾ തമ്മിൽ ആരാധിച്ചു പ്രാർത്ഥിച്ചെന്ന്. ദൈവാസക്കെല്ലാം മനസ്സിന്റെ ഭാരത്തെ എടുത്ത് എന്നിൽ നിന്ന് മാറ്റി. ഞാൻ ധൈര്യത്തോട് അന്നേരം വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ തുടങ്ങി. അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് റിസൾട്ടിൻ്റെ അകത്ത് കാണിച്ചിട്ട് നീ മുഴയില്ലെന്ന്, ഒന്നും അവിടെ കാണാനില്ലെന്ന്. അപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇതിൻ്റെ അകത്ത് സ്കാൻ റിപ്പോർട്ടിനകത്ത് ഒന്നും കാണാനില്ല, പക്ഷേ ഒരു തടിപ്പ് പോണക്കൊണ്ട് രമേശ് ഒരാഴ്ച കഴിയുമ്പോൾ ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്കത് വേണം എടുത്ത് കളയാമെന്ന് പറഞ്ഞു. ദൈവം ആ മുഴ ഞങ്ങൾ ഡോക്ടറുടെ കൈ കൊണ്ട് പിടിക്കുന്നത് കണ്ടതാണ്. ഞങ്ങളത് തൊട്ട് നോക്കിയതാണ്. എൻ്റെ ദൈവം തന്ന വിടുതലാണത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു കടയുണ്ട്. ആ കടയിൽ നിൽക്കുന്ന മകനെ ഒരു വയ്യാഴിയുടെ ഭാരപ്പെടുന്ന ഇന്ന നിപ്പിൽ അവന് മരിപ്പുവേല വന്ന് കൊഴഞ്ഞു വീണു. അവനെ നമ്മൾ പുഷ്പഗിരിയിലൊക്കെ കൊണ്ടുപോയി. എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവന് ഭയങ്കര വയ്യാഴിയാണ്, ഒരു വിശ്വാസിയാണ്. ഇരിക്കുവാണ് സഭയുടെ അതേറെ പ്രാർത്ഥന അതേറെ ഫലിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് മുകളിലോട്ട് പടന്നുകൊണ്ടിരിക്കുവാണ്. ഒരു പ്രതികൂലങ്ങളും അടിക്കാതെ. അത് തുടങ്ങിയപ്പോൾ മുതൽ പ്രതികൂലമാണ്. ദൈവം അത് നല്ല രീതിയിൽ ചെയ്തു തരുവാൻ വേണ്ടി എല്ലാവരും എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. രമേശിന് കൊടുത്ത വിടുതന്നെ നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാമല്ലോ ശക്തിയോടെ. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമുക്ക് ഭവനത്തെ ഒന്ന് പ്രാർത്ഥിക്കാൻ സഹായിക്കട്ടെ. അപ്പോൾ തന്നെ കടയിൽ നിൽക്കുന്ന പ്രിയ സഹോദരൻ നമ്മുടെ പച്ച ഏജിലുള്ള ഒരു മെമ്പർ കൂടിയാണ്. എൻ്റെ പേരെന്തോ? ടിബിൻ റൈറ്റ്. നമ്മുടെ പ്രാർത്ഥനയിൽ ആ പയ്യനെ കൂടെ ഓർക്കണേ. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ് സഹായിക്കട്ടെ. ഇനി ആർക്കെങ്കിലും സൗകര്യന്മാരുടെ ഭാഗത്ത് സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ
ആരുമില്ല എന്ന് വിചാരിക്കട്ടെ. ഓക്കെ, റൈറ്റ്. സഹോദരന്മാരുടെ ഭാഗത്തേക്ക് കൊടുത്തോട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഈ ചൊവ്വാഴ്ച മുതലിൻ്റെ 4ാം സെമ്മിൻ്റെ പരീക്ഷ തുടങ്ങുവാൻ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അമിത് മോൻ പറഞ്ഞ കേട്ടല്ലോ, 4ാം സെമ്മിൻ്റെ പരീക്ഷ തുടങ്ങുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം. മറ്റ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷ എഴുതുന്നവരുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വിശേഷാൽ കരം എല്ലാവരെയും കൂടെ ഇരിക്കട്ടെ. ഇന്ന് രാവിലെ ദൈവം നമ്മെ ഇത്രത്തോളം നടത്തില്ല. എനിക്ക് ഇവിടെ ഇരിക്കുന്നൊരു സാധനം ഞാനിത് മാറ്റിയില്ല, ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇന്നലെ എനിക്ക് തന്ന ഒരു മൊമെൻറ്റോ, ഒരു അംഗീകാരമാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കുകൾ, ജേക്കബ് സാറേ, ഞാൻ അക്ഷരാർത്ഥത്തിൽ ഇന്ന് രാവിലെ വായിച്ചത് ഞാൻ ആകപ്പാടെ വരണ്ടു കേട്ടോ. വളരെ സുന്ദരമായ, അർത്ഥവത്തായ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വാക്കുകളാണ്. വേണ്ട, വായിച്ച് കേട്ടാൽ നിങ്ങളും പേടിച്ചു പോകും. വായിച്ച് കേൾപ്പിക്കണോ സാറേ? നമ്മളതിനൊന്നും യോഗ്യനല്ല, അതുകൊണ്ടാണ് ഞാൻ വായിക്കേണ്ട എന്ന് പറയുന്നത്. എങ്കിലും സാറിൻ്റെ ആ സന്തോഷവും സാറിൻ്റെ ആ ഉത്സാഹവും ഒക്കെ വളരെ വിലപ്പെട്ടതാണ്. ഇത് ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ തരുന്നെന്ന്. അറിഞ്ഞെങ്കിൽ ഞാൻ വേണ്ട എന്ന് പറയുമായിരുന്നു. താങ്ക് യു പാസ്റ്റർ കെ സാമുവൽ, ഇൻ അപ്രീസിയേഷൻ ഓഫ് യുവർ സൈറ്റഡ് വിഷൻ. നിങ്ങളുടെ ഭയങ്കരമായ ദർശനം, ആ ഒരു വിഷൻ, അൺവേവറിങ് ട്രസ്റ്റ് ഇൻ ഗോഡ്, പതറാതെയുള്ള ദൈവത്തിലുള്ള ആശ്രയം. അത്രയും എനിക്കുണ്ടോ സാറേ? റൈറ്റ്. എന്നാലും സാറെ കൂടെ ആത്മാവ് സംസാരിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോണ്ടിങ് കറേജ്, അധൈര്യപ്പെടാത്ത ധൈര്യം, ഒരിക്കലും പതറാത്ത ധൈര്യം, സെൽഫ്ലെസ് സർവീസ്, യാതൊരു സെൽഫ്ലെസ് ഒരു നിസ്വാർത്ഥം, അല്ലേ? സെൽഫ് എന്ന് ഇല്ലാതെ നിസ്വാർത്ഥമായ സേവനം, ഹാർഡ് വർക്ക്, ഭയങ്കര അധ്വാനം, എവിടെയാണോ എന്നെനിക്കറിയില്ല. ഓക്കെ, ഹാർഡ് വർക്ക് ആൻഡ് എന്തൂസിയാസം, ഭയങ്കര ഉത്സാഹം, അല്ലേ? ഇതെല്ലാം കൂടെ ചേർത്ത് ടു മേക്ക് ദ ഡ്രീം ഓഫ് എ പേഴ്സണേജ് ഓഫ് ബെഥേൽ ഏജി കം ട്രൂ. ബെഥേൽ ഏജിയുടെ പേഴ്സണേജ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്ന എൻ്റെ കുറേ വിശേഷണങ്ങളാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ വായിച്ചത് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. വെരി വെരി എനർജറ്റിക്. ഇതൊന്നും എനിക്കില്ലെങ്കിലും ഇന്ന് തൊട്ട് ഞാനതെല്ലാം ഉഷാറാക്കി എടുക്കാൻ എനിക്കത് കേട്ടപ്പോൾ ഒന്നുകൂടെ തോന്നി. ഇന്ന് ഞാനത് അതുപോലെ അംഗീകരിക്കുന്നു, ഒരുപോലെ ഞാനത് ഏറ്റെടുക്കുന്നു. താങ്ക് യു സാറിൻ്റെ കൂടെ സഭ ഈ ഒരു ഭയങ്കര മൊമെൻ്റോ തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ബെഥേൽ ഏജി കുറ്റപ്പുഴ എന്നോട് എഴുതി. ഇത് ഞാൻ അകത്ത് വെക്കാഞ്ഞതിൻ്റെ കാരണം നിങ്ങളെ ഒന്നിത് വായിച്ച് കേൾപ്പിക്കണമെന്ന് എനിക്കില്ലായിരുന്നു കേട്ടോ. വായിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നില്ല അതെല്ലാം കൂടെ പാസ്റ്റൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ലെന്ന് തോന്നില്ല, അല്ലേ? അതുകൊണ്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാഞ്ഞത്. അതിനടിയിലൊരു സെൻറ്റൻസ് ഉണ്ടോ? അത് ഞാൻ കണ്ടില്ലല്ലോ. അങ്ങനെയുണ്ടോ? റൈറ്റ്, അത് ഞാൻ വായിച്ചത്. We thank God for you, Pastor. God bless you and your family abundantly. പാസ്റ്ററെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധന്യമായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നാണ് ഈ മൊമെൻ്റോയിൽ ബെഥേൽ ഏജി ചർച്ച് ഞങ്ങൾക്ക് തന്ന ഈ വളരെ ഉത്സാഹഭരിതമായ, ഇവിടെ അത്ര എനിക്ക് ഉത്സാഹിക്കാൻ പറ്റില്ല, തുടർന്ന് ഉത്സാഹിക്കാമെന്ന് ഞാനങ്ങ്. അപ്പോൾ ഇതെല്ലാം എനിക്കിപ്പോൾ ഇല്ല എന്നെനിക്ക് തോന്നുന്നു. അതെല്ലാം ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ഒരു എവിടെയൊക്കെ ഒരു ആഗ്രഹം എൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നല്ല മൊമെൻ്റ് തന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇവിടെയുള്ള എല്ലാ ദൈവത്തിൻ്റെ ജനത്തിൻ്റെയും വളരെ ആത്മാർത്ഥമായ സഹകരണം വിലപ്പെട്ടത്. ഇതാ ഒരു നല്ല സുന്ദരമായ പാഴ്സനേജ് അവിടെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ നിങ്ങൾക്ക് പാസ്റ്ററെ കാണണമെങ്കിൽ ഒരു വാടക വീട്ടിലാണ് വരേണ്ടിയിരുന്നത്. അവിടെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി ഞായറാഴ്ച രാവിലെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാം. പാർസനേജിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ സാധനം, അത് ഞങ്ങൾ തന്നെ കഴിച്ച് തീർക്കില്ല, നിങ്ങൾക്ക് തന്നെ തിരിച്ച് നിങ്ങളെ ഇരുത്തി അത് തരുന്നതായിരിക്കും. അതുകൊണ്ട് ആരും പാർസനേജിലേക്ക് എങ്ങനെ ഇത് കൊണ്ടുവരുന്നത് ഒന്നും വിചാരിക്കേണ്ട. പാഴ്സനേജിലേക്ക് നിങ്ങൾക്ക് എന്തും കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇല്ലെങ്കിൽ കൊണ്ടുവരേ വേണ്ട. അതുകൊണ്ട് ഞാൻ ഒരു ഭംഗിവാക്ക് ഇത് പറഞ്ഞാണ്, നിങ്ങൾക്ക് പാഴ്സനേജിലേക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഏത് കാര്യവും കൊണ്ടുവരുന്നതിന് യു ആർ ഫ്രീ. നിശ്ചയമായും ഞങ്ങൾ കഴിഞ്ഞ 6-7 വർഷം ഇവിടെ നിന്നത് നിങ്ങളുടെയൊക്കെ വലിയ കരം, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വാത്സല്യം, ഇതൊക്കെയാണ്. എൻ്റെ 1-2 വർഷത്തെ ജീവിതം നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ആദ്യത്തെ 2-3 വർഷത്തെ ഇടപാടുകൾ ഒരിത്തിരി. അന്ന്
ഒത്തിരി ഒത്തിരി കൈത്താങ്ങായത്. സത്യത്തിൽ ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നു ഗ്രേസി അമ്മാമ്മ, ആ കുടുംബം, അവരുടെയൊക്കെ ഉത്സാഹവും അവരുടെയൊക്കെ കൊറോണ ടൈമിൽ കൃത്യമായിട്ട് ഞങ്ങളുടെ കയ്യിൽ അവർ തരുന്ന ദശാംശം നിങ്ങൾക്ക് അത്ര എല്ലാവർക്കും അറിയാമോ? അറിയില്ല. ഒരു വലിയ അത് കിട്ടിയാൽ തന്നെ ഒരു ആശ്വാസമാണ്. കിട്ടുമ്പോഴേ ഒരു ആശ്വാസം ഉള്ളൂ. അത് കിട്ടുമ്പോഴാണ് കാര്യങ്ങൾ. അന്ന് ഞാൻ നിങ്ങൾ ഓർക്കണം 15,000 രൂപയുടെ വാടകയ്ക്കാണ് താമസിക്കുന്നതെന്ന്. എന്നിട്ടും ആ സമയത്ത് ബാക്കി എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരും വളരെ ഉത്സാഹിച്ചു. എല്ലാവരുടെയും സ്നേഹവും സൗഹൃദവും ദശാംശവും അതിനപ്പുറത്ത് ദശാംശത്തിനപ്പുറത്തുള്ള അതിന് പറയുക സഹായ ഹസ്തങ്ങളൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ എന്തിനാണ് ഇതിപ്പോൾ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനൊരു ബദേൽ എൻ്റെ ക്യാമ്പസിൽ അപ്പത്തിൻ്റെ ഭവനമെന്നാണ് ബദേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും വരാം. അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. ഞങ്ങൾ കഴിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും എപ്പോഴും ഏത് സമയത്തും വന്ന് ഞങ്ങളുടെ കൂടെ കഴിക്കാവുന്നതാണ്. ഉള്ളതിൽ തൃപ്തരാകണം. നേരത്തെ അറിയിച്ചിട്ട് വരുമെങ്കിൽ നിങ്ങൾക്ക് മാന്യമായി ഭക്ഷണം ഒരുക്കി തരുന്നതിൽ എന്നും സന്തോഷമുള്ളവരാണ് ഞങ്ങൾ ബദേലിൽ പാർക്കുമ്പോഴും ആൾക്കാർ പറയുന്നത്, ജനം മുഴുക്കം പറയുന്നത്, ബദേൽ ബൈബിൾ കോളേജ് ചെന്നാൽ ഒരു ചായ കിട്ടണമെങ്കിൽ KS ആമോർ സാറിൻ്റെ വീട്ടിൽ ചെന്നാലേ പറ്റുള്ളൂ. അബീന സിസ്റ്റർ ഒരു ചായ ഇട്ട് തരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങളുടെ ഏത് സമയത്തും നിങ്ങൾക്കുള്ള വെള്ളം വേണമെങ്കിൽ വരണം. സാറേ പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം വേണം, ഒരു ചായ വേണം. തൻ്റെ ഇടത്തോടെ പറഞ്ഞോളൂ, പാലില്ലെങ്കിൽ കടിഞ്ചായ ഉറപ്പായിട്ട് ഇട്ടുതരും. പാലവിടെ കാണും. ഞാൻ പറഞ്ഞത് നിങ്ങൾ മറ്റൊരു രീതിയിൽ കാണരുത്. നമ്മുടെ ബദേൽ ഏജിയുടെ പാഴ്സനേജ് ഒന്നിനും കുറവില്ലാത്ത ഒരു പാഴ്സനേജായി ദൈവം മാറ്റിയിരിക്കുക. അതിനകത്ത് ഇഷ്ടം പോലെ വരുന്നവർക്കെല്ലാം കൊടുക്കാൻ. പിന്നെ അവിടെ ഒരു ബോർഡ് വയ്ക്കുന്നില്ലെന്നുള്ളേ ഉള്ളൂ. നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാമെന്ന് ബോർഡ് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും അവിടെ കാണുമല്ലോ. അത് വെക്കുന്നില്ലെന്നേ ഉള്ളൂ. സഭയിലുള്ള സകല ജനത്തിനും ഏത് ആവശ്യത്തിലും വേദനയിലും ഏത് സംഘർഷങ്ങളിലും ഓടിയെത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഈ പാഴ്സനേജ്. അവിടെ നിങ്ങൾക്ക് ദാഹം തീർക്കാൻ, വിശപ്പടക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ക്ഷീണം മാറ്റാൻ ഒക്കെയുള്ള സാധന സാമഗ്രികൾ അവിടെ ദൈവം തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു ചിന്ത വേണ്ട. ഭാഷയോട് കയറി അതിന് വെള്ളം വാങ്ങിക്കണമല്ലോ, വെള്ളം തരണമല്ലോ. അതൊന്നും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് ക്യാമ്പസിൽ ഇതുവരെ അത് ഞാൻ പറയാത്തത് നിങ്ങളാരും അങ്ങോട്ട് വരില്ല. നിങ്ങളെല്ലാം പോയി കഴിഞ്ഞ് ഞങ്ങളങ്ങോട്ട് പോകുന്നത്. ഇനി അതല്ല, ഞങ്ങളിവിടെ ഉണ്ട്. അതിപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. ഏത് സമയത്തും നിങ്ങൾക്ക് അവിടെ എത്താവുന്നതാണ്. ഞങ്ങളിവിടെ ഉള്ളപ്പോൾ മുഴുവൻ നിങ്ങളുടെ സാന്നിധ്യം അതിനകത്ത് ഉണ്ടാകണം. അത് നിങ്ങളുടേതാണ്. KS ആമോൻ്റെയോ AGയുടെയോ അല്ല. ബദേൽ AG ചർച്ച് എക്കാലം വരെ ഇവിടെയുണ്ടോ ആ കാലം വരെ അതുവരെ നിങ്ങളുടേതാണ്. ആ കർത്താവ് വരുന്നത് വരെ നിങ്ങളുടെയാണ് ഈ പാഴ്സനേജ്, നിങ്ങളുടേതാണ് ഈ ചർച്ച്, ഈ ക്യാമ്പസ്. അത് ഏറ്റവും ഭംഗിയായി സൂക്ഷിപ്പാനും കൃത്യമായി നിലനിർത്താനും അതിൻ്റെ മനോഹാരിത ഒട്ടും വിട്ടുകളയാതിരിക്കാനും അതിനകത്തെ ആത്മീയ സാന്നിധ്യം ഒട്ടും കുറയാതിരിക്കാനും ഇവിടുത്തെ ദൈവജനം വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇനി കർത്താവിന് ഞങ്ങൾക്ക് ഇവിടുന്ന് അപ്പം മേഘം പോകുമെന്നറിയത് ഞങ്ങൾ പോയാലും വരുന്ന ദൈവദാസന്മാർ നിങ്ങളോട് സഹകരിക്കുന്നവരെ വരുവുള്ളൂ. ഇതിനകത്ത് കയറിയാൽ സഹകരിച്ചേ പറ്റൂ. അങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെടേണ്ട. ആര് വന്നാലും നിങ്ങളോട് സഹകരിക്കുന്നതായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ ഉത്സാഹത്തോടെ ഓർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്നലെ പൊതുവിൽ ജേക്കബ് സാറിന് നന്ദി പറഞ്ഞു. പക്ഷേ ഇന്ന് വ്യക്തിപരമായി സഭയ്ക്ക് ഒരു നന്ദി പറയാൻ ഞാൻ ജേക്കബ് സാറിനെ വിളിക്കുകയാണ്. സെക്രട്ടറി ഇന്ന് എത്തിയിട്ടില്ല. ഖജാൻജിയും ആദ്യം വരും, അതിനുശേഷം ജേക്കബ് സാറും. ഖജാൻജി വന്ന് ഇവർക്കൊരു നന്ദി പറയാൻ ഓടി വന്നാട്ടെ. ഇന്നലെ അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ നമ്മൾ എഴുതി വെച്ചിരുന്നു. രമേശൻ ബ്രദർ വന്ന് ഒരു നന്ദി പറഞ്ഞോളൂ. അതിനുശേഷം ജേക്കബ് സാറും കൂടെ 1-2 വാക്കുകൾ പറയും. രമേശൻ ബ്രദറിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കും. കഴിഞ്ഞ ആഴ്ചയൊക്കെ നടന്ന പ്രാർത്ഥന നിങ്ങൾക്കറിയാം. വളരെ ആത്മനിറവിലുള്ള പ്രാർത്ഥനയാണ് ഇവിടെ നടന്നത്. ശക്തമായ പ്രാർത്ഥന. ഇന്നും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നലെ പാർസനേജിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയുണ്ടായി. അതിൽ സഹകരിച്ച പാസ്റ്റർമാരും സഭാവിശ്വാസികളും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ സംസാരിക്കുന്നു.
താങ്ക് യു രമേശ് പന്തനെ കർത്താവ് സഹായിക്കട്ടെ, ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ജേക്കബ് സാറ്, നിങ്ങൾക്ക് സഭായോഗത്തിൽ ഇന്നലെ പൊതു സംഭവമായിരുന്നല്ലോ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പ്രദർശിപ്പിക്കാനായിട്ട് നിൽപ്പാനുള്ള അവസരം ദൈവം തന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പാഴ്സനേജിൻ്റെ പ്രതിഷ്ഠ ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ ഇന്നലെ ദൈവം സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഇന്നലെ അല്പം കൂടെ പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇന്നലെ ഒട്ടും സമയമില്ലായിരുന്നു. വളരെ അനുഗ്രഹമായി നമ്മുടെ പാഴ്സനേജ് പ്രതിഷ്ഠയും മാസയോഗവും നടക്കുവാൻ ദൈവം സഹായിച്ചു. വിചാരിച്ചതിലും കൂടുതൽ ദൈവമക്കൾ കടന്നു വന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ഭക്ഷണം തികയത്തില്ലായിരിക്കുമെന്ന്, പക്ഷെ ഭക്ഷണം അധികം വന്നു, ധാരാളം അധികം വന്നു. ഒന്നിനും ഒരു കുറവുമില്ലാതെ, ഒരു കുറവ് ഒന്നിനുമില്ലാതെ ഏറ്റവും അനുഗ്രഹമായി അത് നടക്കുവാൻ ദൈവം സഹായിച്ച ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആദ്യം ഈ പാഴ്സനേജിനെ പറ്റി പാസ്റ്ററുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ചിന്തയും ആഗ്രഹവും നമ്മുടെ കവിയൂര് സൈജി ബ്രദറിൻ്റെയും കൊച്ചുമോടെയും കവിയൂരല്ല, വെണ്ണിക്കുളം പുറമറ്റോ ആ ഭാഗമാണ്. ഓക്കെ, അവരുടെ മോടെ വിവാഹത്തിൻ്റെ തലേന്ന് വൈകുന്നേരം സന്ധ്യയ്ക്ക് അവരുടെ വീട്ടിലുണ്ടായിരുന്ന പ്രാർത്ഥനയ്ക്ക് അച്ഛനും ഞാനും പാസ്റ്ററും ബിന സിസ്റ്ററായിരുന്നു വേറെ പൊന്നമാമ ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരും കൂടെ ഒരു വണ്ടിയിൽ പോകുമ്പോഴാണ് ഇവർ രണ്ടുപേരും പാസ്റ്ററും അച്ഛനും മുന്നിലിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അന്നേരമാണ് പാസ്റ്റർ അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞേ, ഇനി നമുക്കൊരു പാഴ്സനേജ് വേണം, അത് നമുക്ക് ചെയ്യണം, അതിൻ്റെ ഉത്തരവാദിത്വം ജേക്കബ് സാറിനെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞപ്പം ഞാൻ മിണ്ടിയില്ല. ഞാൻ വിചാരിച്ച് വെറുതെ നടക്കാത്തൊരാഗ്രഹം പറയുകയാണ്. ഒരു പാഴ്സനേജ് എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം രൂപ വേണം, അപ്പോൾ അത് നമ്മുടെ സഭയെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അത് നടക്കാത്തൊരാഗ്രഹം പറയുന്നല്ലോ എന്ന് മാത്രം ഞാൻ ചിന്തിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് എനിക്കൊന്ന് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച പാസ്റ്റർ പറഞ്ഞു, ഇവിടെ നമുക്കൊന്ന് കൂടണം, ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കണം, പാഴ്സനേജ് ബിൽഡിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മളിവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. എബിൻ പെട്ടെന്ന് ഒരു കോൺട്രാക്ടറെയും കണ്ടുപിടിച്ചു, അദ്ദേഹം കമ്മിറ്റിയിൽ വന്നു കൂടി. അങ്ങനെ പണിയാനായിട്ട് തീരുമാനിച്ചാണ് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഇതുപോലെ ഇത് ഇങ്ങനെ ഉയർന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങളിൽ ആരെങ്കിലും വിചാരിച്ചോ? വിചാരിച്ചില്ല. ബാബു സാറ് പറയും വിചാരിച്ചില്ല. പക്ഷെങ്കിൽ ദൈവം ഈ കാണുന്ന നിലയിൽ അതിവിടെ പണിത് ഉയർത്തി തന്നതാ, ദൈവം തന്നതാ. അപ്പോൾ ഞാൻ അതിൻ്റെ പുറകിൽ ഈ പാസ്റ്റർ അല്ലാതെ വേറെ ആരാണേലും അത് ചെയ്യത്തില്ല. 100% വേറെ ഒരു ദൈവദാസനും ചെയ്യത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറ, ഇത്ര ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇങ്ങനെ ഒരു പാഴ്സനേജ് പണിയാൻ ഒരുത്തരും മുതിരത്തില്ല. അതിനുള്ള ധൈര്യം അവർക്കില്ല. ഒരു സംശയമുള്ള കാര്യമാണ്. ഒത്തിരി പാസ്റ്റർമാരെ നമുക്കറിയാമല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ സ്ഥലമില്ലാതെ വാടകയ്ക്ക് മുറികളെടുത്ത് ആരാധന നടത്തുന്ന സഭകളുടെ പാസ്റ്റർമാർ ഒരു 5 സെൻറ്റ് സ്ഥലം എന്നാ വാങ്ങിക്കട്ടെ. ആരെക്കൊണ്ടേലും പറ്റുന്നുണ്ടോ? നമ്മുടെ സെക്ഷനിൽ, തിരുവല്ല സെക്ഷനിലെ 23 സഭകളിൽ ഉള്ളതിൽ എത്ര പേർക്കുണ്ട് സ്വന്തമായിട്ട് ആരാധനാലയവും സ്ഥലവും? അതിനെ ഒന്ന് മുന്നോട്ട് കാൽ വെക്കാൻ അവരാരും ധൈര്യപ്പെടുന്നില്ലല്ലോ. ഇപ്പോൾ സ്ഥലത്തിനൊക്കെ വളരെ വില കുറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ചിലയിടത്തൊക്കെ 1 ലക്ഷം രൂപയ്ക്കൊക്കെ സ്ഥലം കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ മുണ്ടിയപ്പള്ളി ആ ഭാഗത്ത് 60,000 രൂപയ്ക്ക് ഇപ്പോൾ സ്ഥലം കിട്ടും. അവിടെ സ്ഥലമുണ്ട്, എനിക്കറിയാം. അങ്ങനെ സ്ഥലമുള്ള സ്ഥലങ്ങളിൽ പോലും ഒരു ദൈവദാസനും ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാം,
ഒരു ഹോള് നമുക്ക് വെക്കാം എന്ന് പറഞ്ഞ് ഒന്ന് ഇറങ്ങിത്തിരിക്കാൻ മുതിരുന്നില്ല. അങ്ങനെയുള്ള ദൈവദാസന്മാരുള്ള ഈ കാലയളവിലാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ദൈവദാസൻ അതിനായി ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും പിന്തുണ കൊടുത്ത് നിന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം. ഈ സഭയിലുള്ള എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ കൂടെ നിന്നു. ആ കൂടെ നിന്നതാണ് വിജയം. പിന്നെ നമ്മൾ പലരും മനസ്സിലാക്കിയിട്ടില്ലാത്ത വിധത്തിലുള്ള പല ബന്ധങ്ങൾ നമ്മുടെ ദൈവദാസനുണ്ട്. പല ബന്ധങ്ങൾ നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ലാത്തത്. അതൊരു പ്രത്യേക സ്വഭാവ വിശേഷമാണ്. നമ്മളിൽ പലർക്കും ബന്ധങ്ങളുണ്ട്. ആ